പ്ലേ ചെയ്യാം. ആദിത്യ പ്ലേ ചെയ്യാവോ? സ്റ്റാർട്ട് ആയിക്കോട്ടെ. ഇപ്പം എല്ലാരും ഉണ്ടല്ലോ, കണ്ടസ്റ്റൻസ് എല്ലാം ആയല്ലോ. ആദിത്യ സൗണ്ട് ഇല്ല. പബ്ലിക് വരെ നോക്കണ്ട, ആദിത്യ പബ്ലിക് വരെ നോക്കണ്ട. സ്ക്രീൻ റെക്കോർഡിംഗ് നോക്കി വേണം. സ്ക്രീൻ റെക്കോർഡിംഗ് ആരാണ് ഇട്ടിരിക്കുന്നത് അവർ കൃത്യമായി സ്ക്രീൻ റെക്കോർഡിംഗ് നോക്കണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പ്ലേ ചെയ്തോ ആദിത്യ? സ്ക്രീൻ റെക്കോർഡിംഗ് നോക്കി വേണം, ശ്രദ്ധിക്കണം. സ്ക്രീൻ റെക്കോർഡിംഗ് ശ്രദ്ധിച്ചോണം. സ്ക്രീൻ റെക്കോർഡിംഗ് ശ്രദ്ധിച്ചോണം. ആദിത്യ മൈക്ക് അൺമ്യൂട്ട് ആക്ക്, മൈക്ക് അൺമ്യൂട്ട് ആക്ക്. ചെയ്യാവോ? ആദ്യം മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ. ഡിസ്ക്ലെയിമർ: ഇത് വിനോദാധിഷ്ഠിത പരിപാടിയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവതാരകർ, മത്സരാർത്ഥികൾ, അതിഥികൾ, മറ്റു വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന ആംഗ്യങ്ങൾ, പ്രകടനങ്ങൾ, പ്രസ്താവനകൾ, വിമർശനങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തികളുടെയും ധാർമ്മികത, മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, സംസ്കാരം എന്നിവയെ ഹനിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഈ പരിപാടിയിൽ പ്രേക്ഷകരോ മത്സരാർത്ഥികളോ പ്രകടിപ്പിക്കുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ എന്നിവ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഈ പരിപാടിയുടെ ഉള്ളടക്കം ഒരു സ്ഥാപനങ്ങളെയോ അവരുടെ തൊഴിലിനെയോ വ്യക്തികളെയോ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമല്ല. മഴവിൽ ബിഗ് ബോസ് ടീം, അതുപോലെ തന്നെ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഒരാൾ തന്നെയും ഒരു കണ്ടസ്റ്റന്റിനോടും ഇവിടെ ഒരു ഫേവറിസവും കാണിക്കുന്നില്ല. വെൽക്കം ടു മഴവിൽ ബിഗ് ബോസ് സീസൺ 1 പ്രസന്റഡ് ബൈ ടീം മഴവിൽ. ഞാൻ നിങ്ങളുടെ അരവി. അപ്പോ നമ്മളുടെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി വാട്സ്ആപ്പ് ബിഗ് ബോസ് മഴവിൽ ബിഗ് ബോസ് സീസൺ 1 ചൈത്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 20 പേരിൽ തുടങ്ങി 2 പേർ വൈൽഡ് കാർഡായിട്ട് വരികയും അതിൽ ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോവുകയും ചെയ്തു. ഇന്ന് ആരൊക്കെ പോകും, എത്ര പേർ പോകും എന്ന് നമുക്ക് കണ്ടറിയാം. അത് മാത്രമല്ല, ഇന്ന് എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഞാൻ എന്നും തനിച്ചാണ് ഇവിടെ വന്ന് നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും. ഇന്ന് ഞാൻ തനിച്ചല്ല. നമ്മുടെ ഗുജറാത്തിന്റെ സ്വന്തം മലയാളി ധനിഷ്. വെൽക്കം ടു ദ ഷോ ധനിഷ്. ഹലോ ഹലോ, നമസ്കാരം. ഹായ്, ഹലോ, നമസ്കാരം, വണക്കം, വന്ദനം. ഞാൻ നിങ്ങളെ സ്വന്തം ധനീഷ് സ്റ്റേഷൻ. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് 2 മിനിറ്റ് നമ്മൾക്ക് നമ്മളെ കേരളത്തിനെ കുറിച്ച് ആലോചിക്കാം. വയനാട്ടിൽ നടന്ന ദുരന്തം അല്ലെ ഡിസാസ്റ്റർ, ഒരു ഗ്രാമം മൊത്തം പോയി. അതിനെ വിഷമത്തില് നമ്മളെ കേരളം മൊത്തം ഇപ്പം ആ ഒരു സമയത്തിന് ഉള്ളിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് പോവുക. ആ ടൈം ഒരു ക്രൂഷ്യൽ ടൈമാണ്. സമയമാണ്. അപ്പം 2 മിനിറ്റ് നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾക്ക് ഷോ തുടങ്ങാം. ധനുഷേ, അടുത്ത സെക്കൻഡ് വീക്കിലേക്ക് കടന്നു. അവിടെ നമുക്ക് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ് പുതിയൊരു ക്യാപ്റ്റനെ കിട്ടിയിരിക്കുകയാണ്. ധനുഷ് എന്താ പറയാ ചോദിക്കാനുള്ളതിനെ പറ്റി? എനിക്ക് പ്രിൻസിനോട് ചോദിക്കാനുള്ളത് ഇതാ. പ്രിൻസിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസിന് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിൻസിനെ ക്യാപ്റ്റൻസി? പ്രിൻസിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പ്രിൻസിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതെ പ്രിൻസ് ഡ്യൂട്ടിയില്ല. നമുക്ക് വേറെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കും. പറഞ്ഞോട്ടെ. പറഞ്ഞു. പ്രിൻസിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നന്നായിട്ട് പ്രിൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗൗരവത്തോടെ ഓരോരുത്തരുടെ ടാസ്ക് നന്നായിട്ട് പിന്നെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്തത് നമ്മൾക്ക് ചിന്തയോട് ചോദിക്കാം. ചിന്ത, അൺമ്യൂട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രിൻസിനെ ക്യാപ്റ്റൻസി? ആദ്യത്തെ ക്യാപ്റ്റനെക്കാട്ടിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പ്രിൻസിന് പറ്റി. പക്ഷെ പ്രിൻസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. വരിക, എല്ലാ ദിവസവും ടാസ്ക് ലെറ്റർ വായിക്കുക, ആളുകളെ വിളിക്കുക, പോവുക. അതിന്റെ അപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു.
ഓക്കെ. അശ്വതിയെ ടീമിൽ നിൽക്കുന്ന ഒരു മെമ്പർ അല്ലേ? അപ്പൊ ക്യാപ്റ്റൻ തന്നെ പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രിൻസിനെ ക്യാപ്റ്റൻസി? പ്രിൻസിന്റെ ക്യാപ്റ്റൻസി പറഞ്ഞ പോലെ എന്താ പറയാ, പ്രിൻസിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഇത്തവണ എല്ലാവരും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ തന്നെ സ്വയം ചെയ്തു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്രിൻസിന് ഒരു ക്യാപ്റ്റൻ എന്നുള്ളതിനേക്കാൾ അത്ര വലിയൊരു ലീഡർഷിപ്പ് ആയിട്ട് ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ലായിരുന്നു. എങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ പ്രിൻസ് നല്ലപോലെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീമിന്റെ ഒരു നെടുന്തൂണം തന്നെ പറയാം. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പ്രിൻസ് ക്യാപ്റ്റൻ ആയത്. അപ്പൊ ആരവി, നമുക്ക് പ്രിൻസിനെയും ജിതിനെ ക്യാപ്റ്റൻസി ഒന്ന് Compare അതിനൊരു റേറ്റിംഗ് കൊടുത്താലോ? ഒരു കാര്യം, ധനുഷിന്റെ അഭിപ്രായത്തിൽ പ്രിൻസിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ പ്രിൻസിന്റെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു. ഇതുവരെ ഉള്ള മീൻസ് നമ്മളെ ആദ്യത്തെ ക്യാപ്റ്റൻ ജിതിനായിരുന്നു. ജിതിനെക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ളതെന്ന് പറയാ, പുള്ളിക്കാരന് കൊടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടാസ്ക് തരാം, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്യാപ്റ്റൻ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കുക, അതിന് പോയിന്റ്സും കൂടി ഉണ്ട്. പക്ഷെ ക്യാപ്റ്റൻ ആ രീതിയിലെ ടാസ്ക് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ ബെറ്റർ ആയിരുന്നു, ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിരുന്നു. എന്റെ അഭിപ്രായത്തിലും പ്രിൻസ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോ നമുക്ക് ധനുഷ്. അപ്പൊ നമുക്ക് അടുത്തത് പോവാനുള്ളത് ഇപ്പം വെച്ചാല് ഇതില് കണ്ടസ്റ്റന്റ് അശ്വതി, അമൃത, മഹാദേവ്, ഇവരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ അശ്വതിയെ ഗെയിം പ്ലാൻ ഇല്ല, അത് നമ്മൾക്ക് ആദ്യം സംസാരിക്കാം. അശ്വതി അൺമ്യൂട്ട് ചെയ്യാം. താങ്കളുടെ ഗെയിം പ്ലാൻ എനിക്ക് ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിച്ചു പോകണം എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. എന്നെ കൊണ്ടാവുന്ന പോലെ എനിക്ക് തരുന്ന ഒരു ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുക, അവിടെ മാക്സിമം എന്നെ കൊണ്ടാവുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, ആ രീതി തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഞാൻ ഇതുവരേക്കും വെച്ചിട്ടില്ല. ഇനി പോകെ പോകെ എന്തെങ്കിലും പ്ലാൻ വെക്കേണ്ടി വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരേക്കും ഞാൻ വേറൊരു പ്ലാനിലല്ല ചെയ്തിട്ടുള്ളത് ഒന്നും. ഇപ്പൊ അശ്വതി ഒരാളായിട്ട് ആർഗ്യുമെന്റ് ചെയ്ത് കഴിഞ്ഞ് ആ ടോപ്പിക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അശ്വതി പിന്നെ അവരോട് പോയി സംസാരിച്ച് നല്ല രീതിയിൽ സ്റ്റോപ്പ് ഇട്ട് അപ്പൊ ഡബിൾ സ്റ്റാൻഡ് ഗെയിം എങ്ങാനും കളിക്കുന്നുണ്ടോ അശ്വതി? ഒരിക്കലുമില്ല. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വൈരാഗ്യം ഉള്ളിൽ ഞാൻ വെച്ച് സംസാരിക്കാറില്ല. അതെനിക്ക് താല്പര്യമില്ല. അത് പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് പൊതുവെ എന്താ പറയാ, പക്ഷെ ചിലപ്പോൾ ഞാൻ ആ പറയുന്ന സാഹചര്യത്തിൽ എന്റെ വായിന്ന് വരുന്ന വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ട അവസ്ഥയും വരും. പക്ഷെ ഞാൻ പണ്ട് മുതലേ എന്റെ ഒരു ശീലം അങ്ങനെയാണ്. പറയുമ്പോൾ അങ്ങോട്ട് പറയാ. പക്ഷെ ഞാനതൊന്നും ഉള്ളിൽ വെച്ചിട്ടല്ല. പിന്നീട് ഞാനൊരു വൈരാഗ്യം ഞാൻ ഉള്ളിൽ വെക്കാറില്ല ആരോടും. എനിക്ക് എല്ലാവരോടും നല്ലപോലെ സംസാരിക്കണം എന്നുള്ളതാണ്. കാരണം കാരണം സംസാരത്തിൽ കൂടെ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ തന്നെ ചെന്ന് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. അതൊരു ഡബിൾ സ്റ്റാൻഡ് അല്ല. അശ്വതി, എന്റെ മൂന്നാമത്തെ ചോദ്യം ഇതാ. പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അശ്വതി ഭയങ്കര സോഫ്റ്റ് ആയി, ഇപ്പം അശ്വതിയെ സ്വന്തം ഗ്രൂപ്പിനോട് സോഫ്റ്റ് ആയി സംസാരിക്കുന്നു. പിന്നെ ഈ സ്വന്തം ഗ്രൂപ്പിനെ കോൾ ചെയ്യുന്നുണ്ടോ അശ്വതി? മനസ്സിലായില്ല. അശ്വതി ഈ പറയുന്ന സ്വന്തം ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കോൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് സംസാരിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല, ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ള സംസാരം തന്നെ ഉള്ളൂ. ഷുവറാണോ? അതെ. അശ്വതി, ഈയൊരു ഒരു കേസ് ഉണ്ടായിരുന്നു, അശ്വതിക്ക് അറിയാം. ആ കേസ് വളരെ വലിയ കേസായിരുന്നു. അറിയാം. എനിക്ക് പേഴ്സണലി അറിയാം. തെറിവാക്കുകൾ കിട്ടിയ ഒരു സംഭവമാണ്. എനിക്കത് ചോദിച്ചില്ലെങ്കിൽ അതിനുള്ള ആൻസേഴ്സ് എനിക്ക് വേണം. അപ്പം അശ്വതിയാണോ മെസ്സേജ് ചെയ്തത് അതോ ആ വ്യക്തിയാണോ ആദ്യം മെസ്സേജ് അയച്ചത്? ആ വ്യക്തിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അതും അന്ന് രാവിലെ അവിടെ ഞാനും മനുവേട്ടൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റും അജ്മലും തമ്മിലുണ്ടായ സംസാരം. അജ്മലും ലിജോനും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റിന്റെ പേരിലാണ് ഞാൻ ജസ്റ്റ് അതിന്റെ ഇടയിൽ കയറി ആർഗ്യുമെന്റ് കൂടണ്ട എന്ന് കരുതി മാത്രം ഞാൻ സംസാരിച്ചതാണ് അതിന്റെ ഇടയിൽ. പക്ഷേ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്ന് ഒരുപാട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ സംസാരിച്ചു. കുറെയൊക്കെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാൻ വിട്ടതാണ്. പക്ഷെ പിന്നീട് എനിക്ക് ഒരുപാട്
ഇറിറ്റേറ്റിംഗ് ആയപ്പോഴാണ് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഗെയിം ഞാൻ കളിക്കും, അശ്വതി, എനിക്കത് അറിയാം എന്ത് ചെയ്യണം അശ്വതി, എന്നുള്ളത്, അവിടെ ഞാൻ എങ്ങനെ കളിക്കണം എന്നുള്ളത്. യെസ്, ഇവിടെ നമ്മളൊരു റൂള് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അനൗൺസ്മെന്റ് അതൊന്ന് 2 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിയൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ, അതുപോലെ തന്നെ ഓഡിയൻസോ ക്രൂ മെമ്പേഴ്സോ ആരെങ്കിലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂ മെമ്പേഴ്സ് അല്ല, കണ്ടസ്റ്റൻസ് ആരെങ്കിലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂ മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വത് അത് ചെയ്തോ? ഞാനവിടെ ഓപ്പൺ ആയിട്ട് ചാമ്പ്യൻസ് ഗ്രൂപ്പിലാണ് പറഞ്ഞത്. പിന്നീട് ക്യാപ്റ്റൻ ആണ് അത് പോയിട്ട് ഇൻഫോം ചെയ്തത് ബിഗ് ബോസ്. അശ്വതി അവരോട് സംസാരിച്ചില്ലേ? ആ, സംസാരിച്ചു. അപ്പൊ അത് ശരിയാണോ? അത് അല്ല, ഒബ്വിയസ്ലി അത് ശരിയല്ല. പക്ഷെ ഞാൻ എന്റെ ആ ഒരു അവസ്ഥയിൽ ഞാനത് സംസാരിച്ചു പോയതാണ്. ഞാനത് ഓൾറെഡി ഞാൻ എന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. സോറി, എന്തെങ്കിലും കാര്യം റിവീൽ ചെയ്തിരുന്നോ? ക്ലിയർ ആവണില്ല, സോറി. ധനുഷ് ചോദിക്കാം. അശ്വതി, മറ്റെന്തെങ്കിലും കാര്യം ആ വ്യക്തിയായിട്ട് ഇൻഫോർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അശ്വതിക്ക് എങ്ങനെ അറിയാം 2 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നുണ്ട് ആ വ്യക്തി ഇവർ 2 പേരാണെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നുണ്ട്, ഇവരാണ് അതിന്റെ ആളുകളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ധനുഷ്, നമുക്കത് ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്താലോ ആരവി? പ്ലേ ചെയ്യാം. ആദിത്യ, ആ ഓഡിയോ പ്ലേ ചെയ്യാം. ആദിത്യൻ ആ ഓഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് മഹാദേവനെ കുറിച്ച് ഒന്ന് സംസാരിച്ചാലോ? Yeah. മഹാദേവ്, അപ്പൊ ആരവി ചോദിക്കാം മഹാദേവനെ കുറിച്ച്. മഹാദേവ് എന്തോ എന്താ ഗെയിം? മഹാദേവിന്റെ ഗെയിം എന്താ? ഇത്ര ദിവസം എന്തായിരുന്നു ബിഗ് ബോസിന്റെ ഉള്ളിൽ? എന്താ കളിച്ച? എന്താ ഒരു സ്ട്രാറ്റജി? മഹാദേവ് കൊണ്ടുപോകുന്ന ആ സ്ട്രാറ്റജി എന്താ? മറ്റുള്ളവരുടെ ഗെയിം കണ്ടിരിക്കലാണ്. അങ്ങനൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ ആരോടും അങ്ങനെ വലിയ ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് അങ്ങനെ എനിക്ക് ഗെയിമിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ അത്യാവശ്യം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ ഏത് രീതിയിൽ എടുക്കുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ പല കണ്ടസ്റ്റന്റുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നീ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോ കണ്ടിപ്പോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൽ പ്രതികരിക്കും. ഇപ്പൊ എന്റെ പേഴ്സണൽ വിഷയമാണെങ്കിൽ പോലും ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ പൊതുവായിട്ട് നടക്കുന്ന ഒരു വിഷയത്തിൽ എന്റെ ഒരു അഭിപ്രായം ഞാൻ അറിയിക്കുന്നുണ്ട്, എന്ത് വിഷയം നടന്നാലും. ഇപ്പൊ സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് പ്രേക്ഷകരിൽ എത്തി, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് മഹാദേവി സംസാരിച്ച ഒരു ഇൻസിഡന്റ് പറയാമോ? സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ താരാലക്ഷ്മിയുടെ ഇൻസിഡന്റ് തന്നെ എടുക്കാം. പുള്ളിക്കാരത്തിയാണെങ്കിൽ തുടരെ ഒരു 3 ദിവസം മൊത്തത്തിൽ വെറുപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം എന്തുവാ ഒട്ടും ഇപ്പൊ ഈ വീട്ടിൽ സേഫ് ആയിട്ട് കളിക്കുന്ന പലരും ആ കാര്യങ്ങളിൽ ഏറ്റെടുത്തോണ്ടെന്നാണ് ഏറ്റവും വലിയ സത്യം. കാരണം ആദ്യമേ ഇത് അശ്വതിയിൽ നിന്നാണ് തുടങ്ങി. അശ്വതിയിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അത് ജിതിനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം എനിക്ക് ചേച്ചിയുടെ സംസാരം ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോകുന്നത് പോലെ തോന്നി. അങ്ങനെ പോകുന്ന തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ പ്രശ്നത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നില്ല. കാരണം ചേച്ചിയാണെങ്കിൽ ഒരുമാതിരി എന്തുവാ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഇതില്ല, സ്റ്റാൻഡ് മാറ്റി കളിച്ചോണ്ടിരിക്കുന്നത്. കാരണം ചേച്ചി ഒരു ഇതിൽ പറഞ്ഞ് എന്നെ ആരും ചേച്ചി എന്ന് വിളിക്കണ്ട, പിറ്റേ ദിവസം പറയുക എന്തുവാ എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെ ഈ പറയുന്ന ഒരു വ്യക്തി ഈ വീട്ടില് തുടർന്ന് നിലപാടില് ഭയങ്കരമായിട്ട് കേൾക്കാൻ മഹാദേവിന് ബഹുമാനം ഉണ്ടോ? ബഹുമാനം ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ആ ചേച്ചി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തീർന്നു റെസ്പെക്ട്. നമ്മള് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ റെസ്പെക്ട് കൊടുക്കാൻ പറ്റും? അർഹിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ കുറെ അധികം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അമൃതയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അമൃതനോട് ചോദിക്കാനുള്ള ചോദ്യം, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുമ്പോ കാണാനില്ല. എവിടെ അമൃത? എവിടെ? മിസ്സിംഗ് ആണോ?
ഇവിടെ മിസ്സിംഗ് ആണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1-2 ദിവസങ്ങൾ പറഞ്ഞാല് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാവാറുണ്ട്. ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് പറയാമോ? അഥവാ ഡിബറ്റിന്റെ ഇടയിൽ റഷ്യാന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ അമൃതയുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? താരേച്ചിന്റെ കാര്യമായാലും താരേച്ചിന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇപ്പം ഡേവിഡ് സാർ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടന്റിന്റെ താരയാണല്ലേ? താര താര ഇങ്ങനെ ഹൗസ് ഫുള്ള് താര താര. അപ്പൊ അമൃതയുടെ ഗെയിം സ്ട്രാറ്റജി എന്താ? ഞാനിവിടെ വലിയ ഗെയിം പ്ലാനും ഒന്നും ആയിട്ടല്ല ശരിക്കും ഇവിടെ വന്നത്. എങ്ങനെയാ ബാക്കിയുള്ള ഗെയിമും കാര്യങ്ങളും അനുസരിച്ച് നോക്കിയിട്ട് അങ്ങനെ പോവാന്നുള്ള രീതിയിലേക്കായിരുന്നു വന്നത്. അമൃത, എന്റെ ഒരു ചോദ്യം ഇതാ. അമൃത, ഈ ആക്റ്റീവ് ഇല്ലെങ്കിൽ സുഖമായ ആർമി ബേസിൽ മുമ്പോട്ട് പോകാൻ ഒക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ അമൃത? എങ്ങനെ? ആർമി ബേസിൽ അമൃതയ്ക്ക് സുഖമായി മുമ്പോട്ട് പോകാൻ ഒക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണോ അമൃതയ്ക്ക്? എന്താണ് ഇത് വാട്സപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട് കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ഫൂൾ ആക്കാനോ മണ്ടനാക്കാനോ ശ്രമിക്കണ്ട. ഞങ്ങൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നുണ്ട്, കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തതയായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ആർമി ബേസിൽ മുമ്പോട്ട് പോകാനാണോ ഉദ്ദേശം? ഒരിക്കലും അല്ല. ആ ഒരു ആർമീന്റെ പേജ് തന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഗ്രൂപ്പിനകത്തുള്ള വ്യക്തികൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പേജിന്റെ കാര്യം അറിയുന്നത് തന്നെ. അപ്പം എന്തായാലും നല്ല രീതിയിൽ കളിക്കുക, മുമ്പോട്ട് പോവാം. ഓക്കെ, നമ്മള് ധനേഷ് അശ്വതിയിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. അശ്വതിയിലേക്ക് എന്തായാലും തീർച്ചയായും തിരിച്ചു വന്നിരിക്കും ഞങ്ങള്. അശ്വതി വെയിറ്റ് ചെയ്യാം. പറയാനുള്ള മറുപടികളൊക്കെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ധനേഷ് അടുത്ത കാര്യത്തിലേക്ക് നീങ്ങാം. അടുത്ത നമ്മളെ ടോപ്പിക്കിന് പറയുമ്പോ ധനുഷിന് ഇരട്ട പേരുണ്ടോ? എനിക്ക് ഇരട്ട പേര് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാ ഡൗട്ടാ. നമുക്ക് പലർക്കും ഇരട്ടപ്പേരുണ്ടല്ലേ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ മാത്രം വിളിക്കുന്ന അല്ലെ? പക്ഷെ ഒരു അതെന്തായാലും കാണുമല്ലോ. അധികം പരിചയമില്ലാത്ത അടുപ്പമില്ലാത്ത ആൾക്കാരെ ഇരട്ടപ്പേര് വെച്ച് വിളിക്കുന്നത്, അതും ഒരു ഷോയിൽ നിറയെ ആൾക്കാർ വെച്ച് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അങ്ങനെ വിളിക്കുന്നത് നല്ലതാണോ? അത് ഒരിക്കലും നല്ലതല്ല. അപ്പോ ജിതിൻ, അലൻ, റഷ, താര, നിങ്ങൾക്കൊക്കെ ഇരട്ടപ്പേരുണ്ടോ? അലൻ, കീബോർഡിന് ഭയങ്കര പ്രശ്നമാണല്ലേ? ടൈപ്പ് ചെയ്യുന്നതല്ലേ വരും? അലന്റെ കീബോർഡിന് പ്രശ്നം ഉണ്ടല്ലേ? ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ വരുന്നത്? സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോ മലയാളം കീബോർഡ് അതെ, നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാലോ. നമുക്കത് മനസ്സിലാവുമല്ലോ. അതെ, നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കീബോർഡിന് പറ്റുന്ന പ്രശ്നമാണോ നിങ്ങളുടെ കൈക്ക് പറ്റുന്ന പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അലൻ, അല്ല, അന്ന് ബിഗ് ബോസ് വാണിംഗ് വന്നപ്പോ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോ തെറ്റ് വരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് ടൈപ്പ് ചെയ്തുള്ളത്. അലൻ, നമുക്ക് തെറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാവും. അറിയാതെ തെറ്റ് വരുന്നതും അറിഞ്ഞുകൊണ്ട് തെറ്റ് വരുന്നതും നമുക്ക് മനസ്സിലാവും. അലൻ എന്താണ് താരയെ വിളിച്ചത്? അത് ഡബിള് വെക്കാത്തല്ലേ? എന്താണ് വിളിച്ചത്? അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ? തെറ്റ് അലനത് തിരുത്താൻ കഴിയുമായിരുന്നു അല്ലെ? എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പൊ വാട്സപ്പിൽ ഇല്ലേ? ഒരു ക്ഷമ പറയാമായിരുന്നു അല്ലെ? മനഃപൂർവ്വം വന്ന തെറ്റല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അത് എഡിറ്റ് ചെയ്ത് മാറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അറിയാതെ വന്നതാണെന്ന് പറഞ്ഞൊരു ക്ഷമ നടത്തും. അല്ലെ ധനേഷ്? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ? ഇത് കഴിഞ്ഞിട്ട് സ്വതവേ ഞാൻ അയക്കുന്ന മെസ്സേജിന് എഡിറ്റ് ചെയ്യുന്ന ആളല്ലേ. ഇത് കഴിഞ്ഞ് ഞാൻ താരിച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കീബോർഡ് അങ്ങനെ അയച്ചതാണ്. പിന്നെ താരിച്ച് പറഞ്ഞു എന്നെ ഇട്ടാ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കീബോർഡിന് അതിനുശേഷം കീബോർഡിന് പ്രശ്നം ഒന്നും വന്ന് കണ്ടില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. താരയെ ഇരട്ട പേര് വിളിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ലേ? വിഷമമായോ? ഇല്ല, അങ്ങനെ വിഷമമൊന്നും ആവത്തില്ല. അതുകൊണ്ടായിരിക്കും അല്ലേ ചിത്രയെ തിരിച്ചു വിളിച്ചത്? കേട്ടില്ല. എന്താ
താരയ്ക്ക് അത്ര വലിയ വിഷമം ആകാത്തോണ്ടായിരിക്കുമല്ലേ മറ്റൊരാളെ ഇരട്ട പേര് വിളിച്ചത് തിരിച്ച് പ്രതികാരം കിട്ടിയതാണോ? ഞാൻ ഇരട്ടപ്പേര് ആര് വിളിച്ചു? ധനുഷേ അതൊന്ന് കാണിച്ചു കൊടുക്കാവോ? ചിന്തയെ വിളിച്ചത്. ആദിത്യ അതൊന്ന് കാണിക്കാവോ? താര ആ താരക്കുള്ളത് ഇവിടെ 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 നോക്ക്, സ്ക്രീനിൽ നോക്ക്. കോന്ത്രപ്പല്ലെന്ന് എന്തോ പറഞ്ഞു. ഓർമ്മ അല്ല ഇത് കാണാമോ? ഇത് കാണാമോ? ഇത് താരക്കുള്ളതാ. ആ, ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് സ്ക്രീൻ ഒന്ന് വലുതാക്കിക്കൊണ്ട്. താരക്കുള്ളതാ ഇത്. ആ കാണാമോ? ഓക്കെ. വെള്ളക്കാട്. ഇത് കാണാമോ? ഇത് എന്താ സാധനം? യെല്ലോ. അപ്പം മാർക്സ് 0. ഓക്കെ, ഈ കോൺട്രപ്പറ്റ് എന്നുള്ള പേര് ആദ്യം വിളിച്ചതാരെന്നറിയോ നിങ്ങക്ക്? റഷ. ഞാൻ വിളിച്ചതില്ല, ഞാൻ ഒരു പാട്ട് പാടിയതാണ്. റഷ പാട്ട് പാടിയാലും ടൈപ്പ് ചെയ്ത് റഷ ഇട്ടിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് പാടിയാലും ഒരാളെ വിളിച്ചതല്ലേ? പാട്ട് പാടിയാ അത് പേരല്ലാണ്ടാവും. അഗ്ഗി പറയാനുള്ള കാര്യങ്ങൾ പാട്ട് പാടിയിട്ട് അത് ശരിയാവുമല്ലോ അല്ലേ? റഷ അത് വിളിച്ചത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കൊന്ത്രമ്പലിന്ന് വിളിച്ചിട്ടില്ല, പാട്ട് പാടിയതാണ്. ഞാൻ ഒരു തമാശ പാടിയതാണ്. പാട്ട് പാടി ഇപ്പൊ ഇവിടെ ഒരാൾക്കൊരു തെറ്റായ കാര്യം പറയണം, പാട്ട് പാടി അത് ശരിയാവോ? ഇല്ല ഇല്ല, ഞാൻ തമാശക്ക് പാടിയതാണ്. അയാൾക്ക് പാട്ട് എക്സ്ക്യൂസീസ് ആണല്ലോ ഇതൊക്കെ. ചിന്ത ഇതൊക്കെ ഈ എക്സ്ക്യൂസീസ് ഒക്കെ തോന്നുന്നുണ്ടോ അതോ ശരിക്കും തമാശക്ക് വിളിക്കുന്നതാണോ? അല്ല, ആ പാട്ട് എനിക്ക് അറിയാവുന്ന പാട്ടാ. അത് അതായത് ഒരു വരിയുണ്ട്. വിളിക്കുന്നുണ്ട്. അടുത്ത സരിത. സരിത വിളിച്ചിട്ടില്ല എന്നാണോ പറയാൻ വരുന്നത്? എന്ത് പേരോ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസന്റ് ചെയ്ത സ്ക്രീനിൽ സരിതയുടെ മെസ്സേജ് ഉണ്ട്, നോക്കിയാൽ വ്യക്തമായി കാണാൻ പറ്റാത്തോണ്ടായിരിക്കാം. നിങ്ങള് ജിതിൻ, അലൻ, സരിത, റഷ, താര, നിങ്ങൾ ടൈപ്പ് ചെയ്ത മെസ്സേജുകളുടെ പ്രസന്റേഷൻ ആണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ആരെ വിളിച്ചു എന്നാണ് പറഞ്ഞത്? ചിന്തയെ തന്നെയാണ് വിളിച്ചത്. ഞാൻ കോന്ത്രമ്പല്ലാന്ന് വിളിച്ചോന്നോ? ഞാൻ വിളിച്ചിട്ടില്ല. ധനുഷ്, സരിത എന്താണ് വിളിച്ചെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാവോ? ആദിത്യ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാ. വീണ്ടും നമ്മൾ മുമ്പ് ഷെയർ ചെയ്ത സ്ക്രീൻ തന്നെ. കോന്ത്രമ്പല്ലാന്ന് ഞാൻ വിളിച്ചിട്ടില്ല. സരിത വേറെ ഇരട്ട പേരുകളോ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇരട്ട പേരായിട്ടൊന്നും ഞാൻ ചിന്തയെ വിളിച്ചിട്ടില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞപ്പോ തമാശക്ക് ഞാൻ വല്ലതും പറഞ്ഞോന്ന് എനിക്കറിയില്ല. തമാശകൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാവും അല്ലെ? ഇത് ഒരു ഷോയാണ്. ആ ഷോയ്ക്ക് അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. ഇതിൽ ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രമല്ല, നിങ്ങളുടെ എതിരാളികളാണ്. ഇത് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ മെസ്സേജസും അവിടെ പ്ലേ. അല്ല, ഒരു കാര്യം പറഞ്ഞേ. 1 മിനിറ്റ്. സരിത സരിത മ്യൂട്ട് ചെയ്യാം. സരിത മ്യൂട്ട് ചെയ്യാം. അതെന്താണ് എനിക്ക് പറയാനുള്ളത്? മ്യൂട്ട് ചെയ്യുക. എന്തുകൊണ്ട് ഇപ്പൊ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞറിയാം? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സംസാരിച്ചിട്ട് സരിത സംസാരിച്ചോണ്ടിരുന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ് സരിത മ്യൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും സരിതയ്ക്ക് ബിക്കോസ് കഴിഞ്ഞത് റെക്കോർഡ് ഉണ്ട്, സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, സരിതയ്ക്ക് എടുത്ത് നോക്കാവുന്നതാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സരിതയ്ക്ക് അവസരം തരും. സരിത മ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇത്രയും പേർക്ക് സംസാരിച്ചു, അവർക്ക് മ്യൂട്ട് ചെയ്യാൻ അവസരം കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരം കിട്ടാത്തവരുണ്ട്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവിടെ സരിതയ്ക്കുള്ളത്? എനിക്കിവിടെ ഒരു പ്രത്യേകത ഇല്ല. അപ്പൊ സരിത മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ജിതിൻ. പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാറില്ല. പിന്നെ പുതിയ ഇമോജി കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ഇമോജി ഇല്ലാന്ന് പറയാ വേറെ ഇമോജി.
അത് ഇമോജി എന്തിനാ വെച്ചാൽ ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും ഞാൻ മെസ്സേജ് കണ്ടു എന്ന് വാവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ഈ വാവ് ഗ്രൂപ്പിൽ വാവ് മാത്രമല്ല വവ്വാലാണോ? പല അടിപൊളി. ഗ്രൂപ്പുകളിലും ഇടുന്നതാണത്. വവ്വാൽ സോംബി ഇമോജി, വവ്വാൽ ഇമോജി, ഇതാണ് ഇതിന്റെ ഐഡന്റിറ്റി. ഇതാണ് ഞാനത് പല ഓഡിയൻസിനെ ഗ്രൂപ്പുകളിലും കാണിക്കാൻ ഇടുന്ന ആഗ്രഹിക്കുന്നത്. ഇമോജീസ് ആണ്. പല ഗ്രൂപ്പിന്റെ കാര്യം അപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല ജിതൻ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇതാണ് ഷോക്കാണ്. ഇവിടെ പല ഇതാണ് ഓക്കെ ജിതിന്റെ സംസാരിക്കേണ്ട ഐഡന്റിറ്റി. ആവശ്യമില്ല. ഓക്കെ 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 ജിതിൻ ആ ജിതിൻ അപ്പൊ താങ്കളെ അല്ല ഞാനത് പിന്നീട് നിർത്താൻ പറഞ്ഞപ്പോ ഞാൻ നിർത്തി. പിന്നീട് ഞാനത് അതെ യൂസ് അതെ ചെയ്തിട്ടില്ല. നിർത്തി, പക്ഷെ വേറെ ഇമോജി ആക്കി. ഇല്ല ഞാൻ നിർത്തി. സോംബി ഇമോജിയും ബാറ്റ് ഇമോജിയും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഇമോജി ഓക്കെ, നിർത്തി. പിന്നീട് ഞാൻ ഇമോജി യൂസ് ചെയ്യുന്നില്ല. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വാണിംഗ് കിട്ടിയാലേ ചെയ്യാതിരിക്കുള്ളൂ. അല്ല ഞാൻ അതാണ് ഫസ്റ്റ് എന്താ സോംബി ഇമോജി ഇടാം. അപ്പൊ സോംബി ഇമോജി ഇടുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഞാൻ പിന്നെ ബാറ്റ്മാൻ ഇമോജി പക്ഷേ ഇട്ടു. കാരണം ഞാൻ ജിതിൻ താരചേച്ചി എന്താണ് വിളിച്ചതെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കാം. താരചേച്ചിനെ ഒന്നും രണ്ടും തവണ ഞാൻ അല്ല, താരച്ചേച്ചിനെ തറച്ചേച്ചി എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ജിതിൻ മ്യൂട്ട് ചെയ്യാം. തറച്ചേച്ചി എന്ന് ഞാൻ വിളിച്ചു. താരചേച്ചിനെ ജിതിൻ വിളിച്ച എല്ലാ മെസ്സേജസും ഒന്ന് പ്ലേ ചെയ്യാം. ആദിത്യ അതൊന്ന് പ്ലേ ചെയ്തേ, അതും ഒന്നും ചെയ്യാൻ കാണട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ സൂം ചെയ്യാം. അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. സ്ക്രീൻ വലുതാക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻ വലുതാക്കി കാണിക്കാം. ആദിത്യ അത് സൂം ചെയ്യാൻ നോക്കുന്നുണ്ടോ? ജിതിനെ എന്താണ് ഇതിന്റെ ആ. അർത്ഥം? ആ ചേച്ചി എന്നെ എന്താ പറയാ ജൂനിയർ മാൻഡ്രേക്ക് അല്ലെങ്കിൽ മറ്റേ ഇക്ലിക്കുട്ടൻ അല്ലെങ്കിൽ ഷുഗർ കുട്ടപ്പൻ എന്നൊക്കെ വിളിച്ചത് നിങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല? ഷുഗർ കുട്ടപ്പൻ, ഒരു മിനിറ്റ്, ഷുഗർ കുട്ടപ്പൻ ജൂനിയർ മാൻഡ്രിക്ക് ഇവിടെ ഷോ തുടങ്ങി ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ജിതിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, തിരിച്ച് ചോദ്യം ചെയ്യാൻ ആ. ഇവിടെ ബിഗ് ബോസ് അപ്പൊ ജിതിൻ അല്ല തിരിച്ച് ചോദ്യം ചെയ്യല്ല. കാരണം ഞാൻ ഇതിനു വേണ്ടി എന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിതിനോട് ആരാണ്? ഞാനിവിടെ ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഞാൻ ആരാണ്? ഹോസ്റ്റ് ആണ്, ഹോസ്റ്റ് പ്രോഗ്രാം ബിഗ് ഹോസ്റ്റ് ആണ്. ബോസിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ആ. അപ്പൊ ബിഗ് ബോസിനെ ഓക്കെ ചോദ്യം ചെയ്യാണ്, ഈ ഷോയെ ചോദ്യം ചെയ്യാണ്. നിങ്ങളടുത്ത് ഇവിടെ എത്ര പേര് സംസാരിച്ചു? അലനെ വഴക്ക് പറഞ്ഞില്ലേ, താരേനെ സംസാരിച്ചു. പക്ഷേ അവര് ഞങ്ങൾക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യവും ജിതിനെ വാൺ ചെയ്തൊരു കാര്യമാണ്. ഇവിടെ ജിതിന് സംസാരിക്കാൻ അവസരം തരാം, ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവണ്ട, സംസാരിക്കാൻ അവസരം തരാം. ഞാൻ മിണ്ടുന്നില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ്. അവസരം തരുമ്പോ സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? ജിതിന് സംസാരിക്കാൻ അല്ല ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ്. സംസാരിക്കാൻ അവസരം തരാം. മ്യൂട്ട് ചെയ്തിരിക്കുക, സംസാരിക്കാൻ അവസരം തരാം. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിഗ് ബോസിനോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ്, വെച്ചാല് ജിതിൻ അൺമ്യൂട്ട് ചെയ്യും. ജിതിൻ രണ്ടുപേർക്ക് വോൺ ജിതിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺമ്യൂട്ട് പറഞ്ഞോളൂ, ചെയ്യും. പറഞ്ഞോളൂ. നമുക്കൊന്ന് സംസാരിക്കാം. ജിതിൻ ഇപ്പം ഈ എഴുതിയേക്കുന്ന സാധനം ഇതിന് എന്താ ഉദ്ദേശം? എന്താ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഇതിന് മുന്നത്തെ ദിവസം തൊട്ടുള്ള സംസാരമായിരുന്നു. ആ സംസാരം തുടങ്ങി ആ ചേച്ചി നിർത്തുന്നേ ഇല്ല. നിർത്താൻ പറഞ്ഞ കുറെ വട്ടം നിർത്തുന്നു. മാന്യമായിട്ടുള്ള ഭാഷയിൽ തന്നെ ഞാൻ ആദ്യം സംസാരിച്ചത്. പിന്നെ ഇതിങ്ങനെ കിടന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ രീതിക്ക് പ്രതികരിക്കുക. അല്ലാതെ ഞാൻ ആദ്യം തന്നെ അങ്ങനെയല്ല പറഞ്ഞത്. 24 മണിക്കൂർ ആ മെസ്സേജ് നോക്കിയാൽ മതി. 24 മണിക്കൂർ നിർത്താതെ മഴവിൽ ബിഗ് ബോസിൽ സംസാരിച്ച താരാലക്ഷ്മി, ആ ഒരു സംഭവം നോക്കിയാൽ മതി. അപ്പോഴാണ് ഞാനതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. കാരണം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ വ്യത്യാസം? ഫ്രസ്ട്രേഷൻ കാണിക്കാനുള്ള സ്ഥലമാണോ ബിഗ് ബോസ്? ജിതിൻ എനിക്കും ഫ്രസ്ട്രേഷൻ ഉണ്ട്. ജിതിൻ ഒരു മിനിറ്റ്, എനിക്കും ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ തീർക്കട്ടെ ഫ്രസ്ട്രേഷൻ. ഇവിടെ പലപ്പോഴും ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോൺ ചെയ്തതാണ്. ജിതിൻ അത് യാത്ര ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോന്നറിയില്ല. ഇവിടെ നിങ്ങൾ രണ്ട് വ്യക്തികളെ, പുറത്തുപോയ വ്യക്തിയുടെ പേര് പറയുന്നില്ല, നിങ്ങൾ രണ്ട് വ്യക്തികളെ ബിഗ് ബോസിനോട് സംസാരിക്കുന്ന നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ രീതിക്ക് ഇവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സംസാരിക്കുന്ന രീതിക്ക്, നിങ്ങൾ സംസാരിക്കുന്ന ടോൺ ഇവിടെ വോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതാണ് മനസ്സിലായില്ല. ഞാൻ ബിഗ് ബോസ് സംസാരിക്കുന്ന ഇവിടെ വന്ന് ഞാൻ സംസാരിക്കുന്ന നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ഒരു കോ കണ്ടസ്റ്റന്റ് അല്ല ഞാൻ. അത് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഒരു ഷോയുടെ ഹോസ്റ്റിനോട് സംസാരിക്കുന്ന രീതിയുണ്ട്. തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോ തിരിച്ച് അവരെ ചോദ്യം ചെയ്യല്ല വേണ്ടത്. ഓക്കെ, ഞാൻ ചോദ്യം ചെയ്തല്ല, ചോദിച്ചില്ല എന്നുള്ളത് ചോദ്യം ചെയ്യലല്ലേ. ഞങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജിതിന് അറിയാമോ? ഞങ്ങൾ ഷോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷോ 2 ദിവസമുണ്ട്, വീക്കെൻഡ് എപ്പിസോഡ് 2 ദിവസമുണ്ട്. ഞങ്ങൾ എന്ത് ചോദിക്കാൻ പോകുന്നു എന്നുള്ളത്, എന്ത് ചോദിക്കുന്നു എന്ത് ചോദിക്കുന്നില്ല എന്നുള്ളത് ജിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല തീരുമാനിക്കുന്നത്. ഇവിടെ ഇതിനുള്ള
ഇവിടെ ക്രൂ മെമ്പേഴ്സ് ആരവി അത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നിങ്ങളെ 24 മണിക്കൂറും ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ട് കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഇവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത്, നിങ്ങളോട് എന്ത് ചോദിക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത്. അല്ലാതെ അതിൽ ഒരു കണ്ടസ്റ്റന്റ് ആയ ജിതിൻ അല്ല. ജിതിൻ അവിടെ ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ്. ഈ 21 പേരുടെ കൂടെ നിൽക്കുന്ന അവരെ പോലെ മാത്രം പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷനും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ജിതിൻ എന്നുള്ളത് ഓർത്തിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഇനി തിരിച്ച് ചോദ്യം ചെയ്യലോ ഞാനാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലുള്ള സംസാര കാര്യങ്ങൾ ഇനി ജിതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്യാൻ പോയി. അല്ല, എനിക്കൊരു കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ജിതിൻ ആ, കിട്ടിയതല്ലേ? അല്ല, എനിക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് ജിതിൻ ക്ലിയർ ചെയ്യാനുണ്ട്. സംസാരിക്കാൻ തരാം. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ തരാം. ആദ്യം ആരവി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ജിതിൻ ആദ്യം കേൾക്ക്, കംപ്ലീറ്റ് ചെയ്തിട്ട് ജിതിൻ സംസാരിക്കുക. എന്തുകൊണ്ട് ജിതിനോട് സംസാരിക്കാൻ അവസരം തരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ജിതിന്റെ റിയാക്ഷൻസ് അങ്ങനെയാണ്. ഇവിടെ ഫസ്റ്റ് ഞാൻ അലനെയാണ് വിളിച്ചത്. അലന് ഞാൻ വഴക്ക് പറഞ്ഞില്ലേ? അലൻ അതനുസരിച്ച് അവൻ റെസ്പെക്ട് ചെയ്ത് നിന്നു. താര എല്ലാവരും ഇപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ച എല്ലാവരും ഷോയ്ക്ക് തരുന്ന ഒരു റെസ്പെക്ട്, ഡിഗ്നിറ്റി, ഇവിടെ നിൽക്കുന്ന ഹോസ്റ്റിന് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അത് ജിതിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് ജിതിന് പലപ്പോഴും സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തത്. ഷോയ്ക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണം. ആ ഷോയിലെ ക്രൂ മെമ്പേഴ്സിന് റെസ്പെക്ട് കൊടുക്കണം. നിങ്ങളൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ള ബോധം ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് അവസരം തടഞ്ഞില്ല. ഇവിടെ മഹാദേവായാലും അലനായാലും വന്നവരെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവസരം ആർക്കൊക്കെ നിഷേധിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല, പ്രത്യേകിച്ച് ദേഷ്യവും ഇല്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ 21 പേരുണ്ടോ, 21 പേരും ഞങ്ങൾക്ക് ഒരുപോലെ ഞങ്ങളുടെ കണ്ടസ്റ്റന്റ് ആണ്. ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു വിജയമാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ 21 പേരും ഞങ്ങളുടെ സ്വന്തമാണ്. അവിടെ ഞങ്ങൾക്ക് ഇന്ന ആൾ ഞങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ട്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ 21 പേര് നല്ലത് ചെയ്താൽ 21 പേരെ ഞങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യും. അതേപോലെ 21 പേരുടെ ഭാഗത്തുനിന്നും കുറ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 21 പേരെ വഴക്ക് പറയും. ഇവിടെ ആരെങ്കിലും സെപ്പറേറ്റ് ഒരാളെ വഴക്ക് പറയാം, ഒരാളെ വഴക്ക് പറയാതെയും ഇരുന്നിട്ടില്ല. കഴിഞ്ഞ വീക്കെൻഡ് നല്ല രീതിയിൽ ഫയർ കിട്ടിയവരുണ്ട്. ഈ വീക്കെൻഡും നിങ്ങൾക്ക് അതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീണ്ടും മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ്. വഴക്ക് കിട്ടാത്ത ആൾക്കാരില്ലേ ഇവിടെ? ആസിഫിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ മഹാദേവന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അശ്വതി, നിങ്ങൾക്ക് അശ്വതിന് ഈ പ്രാവശ്യമല്ലേ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്? എന്തെങ്കിലും അശ്വതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോലും അശ്വതി കാമായിട്ടാണ് സംസാരിച്ചത്. ഇവിടെ നിൽക്കുന്ന വ്യക്തി ആരാണ്? ബിഗ് ബോസിന്റെ പ്രതിനിധിയാണ്. ആ റെസ്പെക്ട് അശ്വതി കൊടുക്കുന്നുണ്ട്. ഇവിടെ സംസാരിച്ച എല്ലാവരും കൊടുത്തു. ജിതിന്റെ ഭാഗത്ത് നിന്ന് ഒരു തവണ പോലും, അതിപ്പോ ഷോയ്ക്ക് അകത്താണെങ്കിലും ഒരു വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ജിതിന്റെ ഭാഗത്ത് നിന്ന് അത് കണ്ടിട്ടില്ല. അതിനെ എതിർക്കുന്ന ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാൻ ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് ജിതിനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും എന്നെ ഞാൻ പറഞ്ഞതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കുക. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ജിതിനെ പറഞ്ഞത് അങ്ങനെയല്ല, ജിതിൻ അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അല്ലല്ല, ജിതിൻ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. ജിതിൻ നല്ല രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുള്ളൂ. ലിജോ ഇപ്പൊ കേട്ടില്ലായിരുന്നു? ഇപ്പൊ ജിതിൻ എങ്ങനെയാണ് സംസാരിച്ചെന്നുള്ളത് കേട്ടില്ലേ? ലിജോ അവന് പറയാൻ അവസരം കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ലിജോ അവസരം കൊടുത്തു. ഒരു ചോദ്യം ചോദിച്ച് അവസരം കൊടുത്തപ്പോൾ തിരിച്ച് ചോദ്യമാണ് ചോദിച്ചത്. ബിഗ് ബോസ് എന്തുകൊണ്ട് അത് ചെയ്തില്ല, ബിഗ് ബോസ് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ള തിരിച്ച് ചോദ്യം പൂർത്തീകരിക്കാൻ വിടുവോ? എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ സമയം തരുമോ? ഒരു മിനിറ്റ് സംസാരിക്കും. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് ഹോസ്റ്റ് കയറി ഇടപെട്ടത്. ഞാൻ എന്താണ് ഉത്തരം പറയാനാ? അല്ല, ഞാൻ അതാ പറയുന്നത്. ഞാൻ ആ പറയാൻ വന്ന പോയിന്റ് ഒന്ന് ഫുൾ ആയിട്ട് കേൾക്കൂ. അതാണ് ഞാൻ ആദ്യം ഒരു മിനിറ്റ് ജിതിൻ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദ്യം ചെയ്തതല്ല. കാരണം എനിക്കറിയാം ബിഗ് ബോസ് ഷോ നല്ല രീതിയിൽ പോകണം, അതിന് നിങ്ങൾ നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാം എനിക്കറിയാം. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചതല്ല. എന്റെ അടുത്ത് ഇന്ന മാതിരി എന്നെ ഇങ്ങനെ പല പേരുകളും പറഞ്ഞപ്പോൾ ചോദിക്കാതിരുന്ന പോലെ ഞാൻ അവിടെ പ്രതികരിച്ച സമയം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന സംഭവത്തിനാണ് നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്നവർ മെൻഷൻ ഇട്ടിട്ട് ജിതിൻ മാന്യമായി സംസാരിക്കുക എന്ന് അന്ന് പറഞ്ഞത്. എനിക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ തരാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും അതിന്റെ ഇടയിൽ കയറിയിട്ട് അഭിപ്രായം പറഞ്ഞ കാര്യം. ഒരു മിനിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. എനിക്കൊരു 5 മിനിറ്റ് സമയം സംസാരിക്കാം.
അല്ല ഞാൻ അത് എന്റെ ടോൺ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടെ മൈക്കിന് അടുത്ത് പിടിച്ച് സംസാരിക്കുന്നതാണ്. എന്റെ ടോൺ ഇങ്ങനെയാണ്, പ്ലീസ്. അല്ലാതെ ഓക്കെ, നിങ്ങളെ സംസാരിക്കും. റെസ്പെക്ട് ഇല്ലാതെ അല്ല. സംസാരിക്കും. അല്ല, സംസാരിച്ചിട്ട് ഞാൻ ഒരു അതിനുള്ള 5 ചോദ്യമുണ്ട്. മിനിറ്റ് എനിക്ക് എന്താ വെച്ചാൽ എന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. കാരണം എന്നെ പറയാം. മാത്രം അവിടെ മെൻഷൻ ചെയ്തപ്പോ ഞാൻ അതിനെതിരെ ചോദിച്ചു. ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചില്ല, അതിന് റെസ്പോണ്ട് പോലും ചെയ്തില്ല. ഓക്കെ, ഞാൻ അതാണ് ഇവിടെ ചോദിക്കാൻ നിന്നത്. അപ്പോഴേക്കും ആരുവി ഇടയിൽ കയറി വന്നു. ഓക്കെ, ഞാനത് അംഗീകരിക്കണം. ജിതിന് ചോദിക്കാം, പക്ഷെ അതിപ്പോ അല്ല. ജിതിന് ചോദിക്കാം. അല്ലല്ല, ജിതിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്തിനാ അത് വിളിച്ചു? ഞാൻ ചോദിച്ചതല്ല. ജിതിൻ ചോദിച്ചത് ഇപ്പം റെക്കോർഡഡ് ആണ്, റീവെന്റ് ചെയ്താൽ കാണാം. ജിതിൻ ചോദിച്ചത് എന്നെ പല പേരുകളും വിളിച്ചിട്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് ചോദിച്ചില്ല എന്നാ. ഞാൻ ജിതിനോട് ഞാൻ ചോദിച്ച ചോദ്യം എന്തിനാ അവരെ ആ വിളിച്ചതിന്റെ അർത്ഥം എന്താണെന്നാണ്. ആ വിളിച്ചിരിക്കുന്ന എന്നതല്ല, ആ വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ ആ പേര് വിളിക്കാനുള്ള സാഹചര്യമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നത്. ചോദിച്ചത് ആ വാക്കിന്റെ അർത്ഥം എന്താ? എനിക്ക് വാക്ക് കണ്ടില്ല, എന്റെ ഫസ്റ്റ് വാക്ക് കണ്ടില്ല. അതിനുശേഷമാണ് എന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്പൺ ആയത്. ഞാൻ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, ഇനി ഒരു മിനിറ്റ് എനിക്ക് 2 മിനിറ്റ് സമയം തരൂ. ഇനി അവസരങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, അപ്പൊ സംസാരിക്കാൻ അവസരം തരാം. അല്ല ഇപ്പൊ നടന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ചെയ്യുക. ഓക്കെ, മുറി മുറി എന്ന് പറഞ്ഞ എന്താ? എല്ലാരും ഒന്ന് പറഞ്ഞു. മുറി എന്താ? മുറി എന്ന് പറഞ്ഞ റൂം. വേറെ നാട്ടിൽ എന്തെങ്കിലും വേറെ അർത്ഥമുണ്ടോ മുറിക്ക്? ഇല്ല, റൂമെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഈ മുറി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വാട്സപ്പിൽ ഒരു ഇമോജി ഉണ്ട് അല്ലെ? ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വെച്ചിട്ട് കുറച്ച് ആഷ് എന്താ സിമ്പിൾസ് വെച്ചിട്ട് ഒരു ഇമോജി ഉണ്ട്. ആ ഇമോജിയുടെ അർത്ഥം എന്താ? തെറിക്ക് പകരമാണ് നമ്മൾ ആ ഇമോജി യൂസ് ചെയ്യാറുള്ളത്, ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വെച്ചിട്ട് അല്ലെ? കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. കുറച്ച് എന്താ ആൻഡ് ആഷ് സ്റ്റാർ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇമോജി തെറിക്കാണ് മിക്ക അതാണ് അതിന്റെ അർത്ഥം. ആ ഇമോജിയുടെ കൂടെ മുറി എന്നിട്ടാൽ ആ ഒരു കണ്ടസ്റ്റന്റ് അവിടെ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ല ഈ സംഭവം ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യാം. ഈ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആരവി ഒരു മിനിറ്റ്. രാശ, എന്തിനാ ചിരി വന്നത്? കോമഡിയാണോ ചെയ്യുന്നത്? ഇത് കോമഡി ഷോ അല്ലാന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യം സീരിയസ് ആവുക. നിങ്ങൾ സീരിയസ് അല്ല ഒട്ടും. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ തരാം. നിങ്ങൾക്ക് 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് തരാം. പക്ഷെ അതിന് വ്യക്തതയായിട്ട് ആൻസർ തന്നു. അതിനെ എടുത്തു കയറി അതിന് എക്സ്പ്ലനേഷൻ തന്നെ ആവശ്യമില്ല. ഇവിടെ എന്തെങ്കിലും വാ തുറന്ന് പറ മുറി എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും മുറി എന്ന് വിളിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മുറി എന്ന് ആരെങ്കിലും വിളിക്കോ? അങ്ങനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതേ സെയിം മുറി എന്ന് പറഞ്ഞ് ആ ഇമോജി ഇടുന്നു. ഒരു റീപ്ലേസ്മെന്റ് അല്ലേ കാണുന്നത്? എന്താണ് ജിതിന്? അത് ഞങ്ങൾക്ക് മാത്രം തോന്നിയതാണ്, അത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ? കണ്ടസ്റ്റൻസ് ഒന്നും മിണ്ടുന്നില്ല, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഒന്ന് വായ തുറന്ന് സംസാരിക്കേണ്ട മുറി എന്ന് പറയുന്നു. മുറി, പിന്നെ അത് കഴിഞ്ഞ് മുറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമോജി ഇടുന്നു. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചിന്ത എനിക്ക് ഞാൻ ഈ വാക്കൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനത് ഉപയോഗിക്കാറില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത്തരം വാക്കുകൾ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ സിറ്റുവേഷനും ആക്ച്വലി എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. സിറ്റുവേഷൻ മേ ബി നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ചാവാം, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ സംസാരിച്ചാവാം. മുറി എന്ന് ആരെങ്കിലും വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ ഒരു വാക്ക് നമ്മൾ റൂമിലല്ലേ യൂസ് ചെയ്യുന്നത്? അതെ, റൂം എന്നാണ് അത്, എനിക്കത് അറിയത്തുള്ളൂ. മുറി എന്നുവെച്ചാ കണ്ടിന്യൂസ് മെസ്സേജ് വന്നിട്ട് റിപ്ലൈ ഇല്ലാതായപ്പോ ഒരു വ്യക്തി പറഞ്ഞ വാക്കാണ്. എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ മുറി എന്ന് പറഞ്ഞാൽ അവിടെ ആ വാക്ക് ആപ്റ്റ് ആണ്. നമുക്ക് എന്തോ അവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോ ആ മുറിയുടെ കൂടെ ഒരു ഇമോജിയും കൂടി ഇട്ടിരിക്കുക. അപ്പൊ താര എന്താ തോന്നുന്നേ? താര വിളിച്ച
ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് ഗ്രൂപ്പിലുണ്ടായ ഒരു സംഭവമാണ്. നിങ്ങളുടെയൊക്കെ സ്വന്തം ഗ്രൂപ്പിലുണ്ടായ സിറ്റുവേഷൻ ആണ്. കണ്ടിന്യൂസ് ആ ഒരു വ്യക്തി മെസ്സേജ് ഇട്ടിട്ട് അവിടെ ഒരാളുടെ റിപ്ലൈ ഇല്ലാതായപ്പോൾ ഇട്ട ഒരു മെസ്സേജ് ആണ്. ദേഷ്യത്തിൽ ഇട്ട ഒരു മെസ്സേജ് ആണ്. ഇപ്പൊ ഇങ്ങോട്ട് ഓർമ്മ കിട്ടില്ല. അശ്വതി എന്ത് തോന്നുന്നു? എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഇതിപ്പോ ഈ പറഞ്ഞ പോലെ മുറി എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായത്തിൽ റൂം എന്നുള്ള ഒരു അർത്ഥം മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൂടി ഇടുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ മറ്റൊരു വാക്കിന്റെ റീപ്ലേസ്മെന്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അല്ലാതെ മുറി എന്ന ആ ഒരു സെന്റൻസിന്റെ കൂടെ മുറി എന്നുള്ളൊരു വാക്ക് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ആവശ്യമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും. സത്യം പറഞ്ഞത് ഏതാണ് സിറ്റുവേഷൻ എന്ന് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടായേനെ. ഇതിപ്പോ ആരെ പറഞ്ഞതാണെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. അഖിലേ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, അർത്ഥം അറിയോ? നമ്മൾ ആരും കേട്ടിട്ടില്ല അല്ലേ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് എന്താ സിറ്റുവേഷൻ സംഭവിക്കാൻ അറിയില്ല. സിറ്റുവേഷൻ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ അഖില് ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചിട്ടും റെസ്പോൺസ് ഇല്ലാതാകുമ്പോ അഖിലിന് ദേഷ്യം വരും. അവിടെ അഖിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? എനിക്ക് ദേഷ്യം വരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഞാൻ ഇന്ന് വൈകുന്നേരം പോലെയൊക്കെ കേറിയപ്പോ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഋഷാദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യ കാര്യത്തിന് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുക. അത്യാവശ്യ കാര്യത്തിന് ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നില്ല. അഖിലിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അഖിൽ എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യാ? അല്ലെങ്കിൽ കൂടുതൽ ഇത് ഷോ അല്ല, ഞാൻ ഒരു പറയാൻ ഇത് ഷോയാണ്. ഷോയുടെ ഉള്ളില് നമ്മള് അനാവശ്യമൊന്നും പറയാൻ പാടില്ല. നമ്മുടെ പേഴ്സണൽ നമ്മൾ കൂട്ടുകാരാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. ഒരു വ്യക്തിയുടെ റെസ്പോൺസ് വന്ന എങ്ങനെയാന്ന് വെച്ചാ എന്തെങ്കിലും ഒന്ന് വാർത്തന്ന് പറ മുറി. ഞാനതില് എന്താ പറയാ, പിന്നീട് വീണ്ടും ആ മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ മുറി എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, തെറിയുടെ ഒരു ഇമോജി. അതിലെന്താ പറയാനുള്ളത്? നമ്മൾ റൂം എന്ന് പറഞ്ഞൊരു വാക്ക് തെറിയായിട്ട് യൂസ് ചെയ്യാറുണ്ടോ? നമുക്ക് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കാല്ലേ. ജിതിൻ നല്ലത്. അല്ല, നിങ്ങള് അത് വേറൊരു അർത്ഥത്തിലേക്ക് ചോദിച്ചിട്ടില്ല. ജിതിൻ എന്തോ ഉദ്ദേശിച്ചേ? അല്ല, നിങ്ങളത് വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു വാക്കിലേക്ക് നിങ്ങൾ അല്ല, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ജിതിൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾ അവിടെ വേറെ തലത്തിൽ ജിതിൻ എപ്പോഴും തന്നെ കുറച്ചു മുന്നേ ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴും ഉത്തരം പറയുന്നതിന് മുമ്പേ ജിതിനെ വിളിച്ചത് ചോദിച്ചോ? ഇപ്പോഴും ജിതിന്റെ അടുത്ത് ഒരു കാര്യം ജിതിനോട് ചോദിച്ചത് ഞങ്ങൾ ഏത് തലത്തിൽ കൊണ്ടുപോയെന്നോ ഞങ്ങൾ എന്തിവിടെ സംസാരിച്ചു എന്നല്ല ചോദിക്കുന്നത്. ജിതിനോട് ചോദിച്ച ചോദ്യത്തിന് മാത്രം വ്യക്തമായ ഉത്തരം തരിക, ബാക്കി സംസാരിക്കാൻ അവസരം തരാം. ജിതിനോട് ചോദിച്ചത് ജിതിൻ അവിടെ അർത്ഥമാക്കിയത് എന്താണ്? ക്ലാരിഫിക്കേഷൻ. ഞാൻ അർത്ഥമാക്കിയത് ഞാനൊരു നാട്ടിൻപുറത്ത്, പാലക്കാട് നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നാട്ടില് നിങ്ങൾ എന്ത് തേങ്ങയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതിന് എനിക്കിവിടെ തേങ്ങ എന്നുള്ളത് അമാന്യമായിട്ടുള്ള പരാമർശം ആയതുകൊണ്ട് മുറി എന്ന് അവിടെ യൂട്ടിലൈസ് ചെയ്തു. എന്റെ വീട്ടിന്റെ അവിടെയൊക്കെ തേങ്ങാ മുറി എന്ന് പറയും. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തേങ്ങ എന്ന് ചോദിക്കുന്നതിന് പകരം മുറി. തേങ്ങ അത്ര ബാഡ് വേർഡ് ആണോ? തേങ്ങ ബാഡ് വേർഡ് ആയിട്ട് നിങ്ങൾ പറയും. തറ ബാഡ് വേർഡ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തല്ലോ. തറ ബാഡ് വേർഡ് ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഒരു വ്യക്തിയെ തറ എന്ന് വിളിക്കുന്നതിനാണ് ജിതിൻ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ എന്നിട്ട് തേങ്ങ പറയുന്ന അത് തേങ്ങ എന്ന് പറയുന്നത് ഒരാളും ബാഡ് വേർഡ് ആയിട്ട് പറയാം. നിങ്ങളൊരു കുഴപ്പമില്ല. അല്ല, ഇനിയിപ്പോ അത് എനിക്ക് നെഗറ്റീവ് വാങ്ങി കൂട്ടാൻ വയ്യാത്തോണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. മുറി എങ്ങനെ അവിടെ ആപ്റ്റ് ആവുന്നത്? മുറി എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ അവിടെ? തേങ്ങാ മുറി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ തേങ്ങനെ മുറിച്ചത് തേങ്ങാ മുറി. എനിക്ക് ഇമോജി ഇടാൻ പറ്റാത്തോണ്ട് തേങ്ങാ മുറി എന്നുള്ളതിന് വരെ മുറി എന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞു. ഇമോജി ഇട്ട എന്താ? ഏതാ? തേങ്ങ. വിളിക്കുന്ന ഇമോജി. തേങ്ങ. ഒരു തെറി വിളിക്കുന്ന ഇമോജി ഇട്ടതിന്റെ അർത്ഥം എന്താ? അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞതെന്ന് കൂടെ എനിക്ക് എന്റെ അതിൽ ആ ഒരു സംഭവം എന്റെ ഇല്ല. വാ തുറന്ന് എന്തെങ്കിലും പറ മുറി എന്ന് പറഞ്ഞിട്ട് വാ തുറന്ന് എന്തെങ്കിലും പറ തേങ്ങ മുറി എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞുതരാം. ഞാനത് വോയിസിലാണ് പറഞ്ഞതെങ്കിൽ വാ തുറന്ന് എന്തെങ്കിലും പറ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്, സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു മുന്നേ.
ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനത് കണ്ടില്ല. സ്ക്രീൻ പ്രസന്റ് ചെയ്ത് ഞാൻ കണ്ടില്ല. ഈ കോണ്ടക്സ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ, ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും പറയാന്ന് പറയുമ്പോ ചോദിച്ചത് സിറ്റുവേഷൻ അല്ല ചോദിച്ചത്. ജിതിൻ അവിടെ ഞാൻ അർത്ഥമാക്കുന്നത് തേങ്ങാമുറിയാണ് ഉദ്ദേശിച്ചത്. അതിൽ വേറൊരു അർത്ഥം കൊണ്ടുവരാൻ നിൽക്കണ്ട. ഞാൻ തേങ്ങാമുറി തന്നെയാണ് ഉദ്ദേശിച്ചത്. വേണ്ടെന്നല്ല ജിതിൻ ഉത്തരം പറയേണ്ടത്. ജിതിൻ അല്ലല്ല, ഞാൻ തേങ്ങാമുറി എന്നാണ് ഉദ്ദേശിച്ചത്. ജിതിന് സംസാരിക്കാൻ അവസരം കിട്ടും. ജിതിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യം വ്യക്തമായി ഉത്തരം പറയാം. ജിതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ എന്ത് കാണണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് പറയണം എന്ന് മാത്രമാണ് ജിതിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിതിൻ എന്ത് ചെയ്യണം എന്ന് ജിതിൻ അറിയില്ലേ? ഞാനതാ പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചത് അവിടെ തേങ്ങാമുറി എന്ന് തന്നെയാണ്. അവിടെ ഈ തേങ്ങാമുറി എന്ന് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ്? ഞങ്ങളൊരു വ്യക്തിയാണ് അല്ലെ? ഞങ്ങളൊരു വ്യക്തിയെ വിളിച്ചതിനാണ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ തറ എന്ന് പറയുന്നത് മോശമാക്കല്ല. പക്ഷെ ഒരു വ്യക്തിയുടെ പേര് മാറ്റി ആ വ്യക്തിയെ വിളിക്കുന്നതാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ ഒരു വ്യക്തിയെ മുറി എന്ന് ആദ്യം വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും വാ തുറന്ന് പറ മുറി എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഇമോജി ഇട്ടിട്ടാണ് ഇത് പറയുന്നത്. അതിനെ തേങ്ങാമുറി എന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, ആ ഇമോജി ഇട്ടെന്തിനാ? അത് തെറിയാണെന്ന് അറിയില്ലേ? അത് തെറി തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന് മൈനസ് മാർക്ക് ഉണ്ടായിരിക്കും. ജിതി മ്യൂട്ട് ചെയ്തോളൂ. ധനീഷ്, ധനീഷ് ധനീഷ് ഓഡിബിൾ ആണോ? കേൾക്കുന്നില്ല? ഹലോ ഹലോ, പറയാം. കേൾക്കുന്നുണ്ട്. ധനീഷ്, നമ്മളിവിടെ പല ടാസ്ക് നടക്കുന്നതിന് മുന്നേ ഇവർക്ക് സ്റ്റോപ്പ് കൊടുക്കാറുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാറില്ലേ? അതിപ്പോ സാധാരണ ഞാൻ പറയുമ്പോ ഇവർ എന്താ എക്സ്ക്യൂസ് ചെയ്ത് തരാൻ പോണേ എന്താണ് അറിയോ? അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് അത് സെൻഡ് ആയി പോയി. അല്ലെങ്കിൽ പറയും ഞങ്ങൾ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് അത് സെൻഡ് ആയി പോയി. 3 നാള് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നിർത്തത്തില്ല. അതും കൺഫെഷൻ റൂമിൽ വിളിച്ചാലും നിർത്തത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ഭയങ്കര റെസ്പെക്ട് ആണല്ലോ ഇവർക്ക്. കൺഫെഷൻ റൂമിൽ പോയി സംസാരിക്കുമ്പോ അത് ഇങ്ങോട്ട് വരുമ്പോ അപ്പേക്ക് 2-3 മെസ്സേജ് ഓൾറെഡി കറക്കും. വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ഇടണം. അതേപോലെ വൺ ടൈം വോയിസ് എപ്പോഴും അതിപ്പോ കൈ തട്ടി പോവാ, എക്സ്ക്യൂസ് ചെയ്താ കൈ തട്ടി പോവാ. ഞങ്ങളൊക്കെ കൈ തട്ടി ഒന്നും പോകത്തില്ല. ഇവിടെ ബാക്കി 20 പേരുടെയും കൈതട്ടി ഒന്നും വരുന്നില്ല. പക്ഷെ ചില വ്യക്തികളുടെ മാത്രം എപ്പോഴും കൈതട്ടി ഇങ്ങനെ, അത് എത്ര മൈനസ് വാങ്ങി 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 പിന്നാലെ വീക്ക് അത് പ്രശ്നമില്ലല്ലോ. മൈനസ് മാർക്കും കിട്ടോ 0 കിട്ടോ പ്രശ്നമില്ലല്ലോ. ഇവർക്കറിയത്തില്ലല്ലോ ഇതില് ടോപ്പ് 1 മാർക്സ് വീക്ക് ടാസ്ക് ടോപ്പ് 1 വന്ന ആള് ഡയറക്റ്റ് ഫിനാലെ പോണു. ഇവർക്ക് ഇതുവരെ അറിയത്തില്ലല്ലോ. ഇവര് കളിച്ചോണ്ടിരിക്കുക, കളിക്കട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരുപാട് വട്ടം മോൺ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എന്താ നിങ്ങളുടെ ഈ പോയിന്റ്സ് എന്തിനാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടോ? നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിൽ ഞങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി അവിടെ നിന്ന് കളിക്കുക. ചുമ്മാ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോവുക, ചുമ്മാ എന്തെങ്കിലും കാണിക്കുക. അയ്യോ എനിക്ക് മൈനസ് മാർക്ക് കിട്ടി, ഭയങ്കര സന്തോഷം ഇവിടെ എല്ലാവർക്കും. മൈനസ് മാർക്ക് കിട്ടുമ്പോഴത്തേക്ക് ചിരിയാണ്. മൈനസ് മാർക്ക് കിട്ടി, ചിരിക്കുക. ഇപ്പൊ മൈനസ് ഇടുമ്പോഴല്ലേ ചിരിയാ വന്നെ. അത് എസ്പെഷ്യലി അലൻ ആൻഡ് അഖിലിന് ഭയങ്കരമായിട്ട് ചിരി വരും. അഖിലൊക്കെ എന്താ ചിരിച്ചു മറിയാണ്. അല്ല മൈനസ് കിട്ടുമ്പോ ചിരിയല്ല പറഞ്ഞത്. ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞു മാർക്സിനൊക്കെ. ഇമ്പോർട്ടൻസ് അല്ല, ഞാൻ വന്നിട്ട് ഇതാണ്ടോ ഒരു സ്ഥലത്താണ് നിക്കണത്, ഞാൻ വീട്ടിൽ പോലല്ല, അതുകൊണ്ടാണ്. അതിനെ കുറിച്ചല്ല പറഞ്ഞത്. തനിഷ്, നമ്മൾ ഇതിന്റെ ഇടയിൽ അഖിലിനെ സ്കിപ്പ് ചെയ്ത് വിട്ടു. അഖിലിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ധനിഷ്, അഖിലിന് ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു, ടൈപ്പ് ചെയ്ത മെസ്സേജ് ആയിരുന്നു. അഖില് രക്ഷപ്പെട്ടോന്നായിരിക്കും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അഖിലത് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളത് വിട്ടുകളയില്ല. അത് പ്ലേ ചെയ്യാം. അഖിലിനെ ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ആദിത്യ, താര എന്ത് പറ്റി? വിഷമം വരുന്നുണ്ടോ? ഇല്ല. അതോ ഇവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടാണോ? ഇല്ല. അല്ല, എല്ലാരും ഫേസ് കാണുമ്പോ അങ്ങനെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇവർ ഇന്ത് ഹോസ്റ്റാണ്, അങ്ങനെ റൂഡ്ലി സംസാരിക്കുക, ദേഷ്യത്തോടെ സംസാരിക്കുക, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാ, ഇതിനപ്പുറത്ത് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ല. ഇതിനപ്പുറത്ത് സൽമാൻ ഖാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ റോസ്റ്റ് ചെയ്ത വേറെ റേഞ്ചിലാ റോസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ല. ജസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളു.
ഞങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു ദേഷ്യമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വാർണിംഗ് തന്നോണ്ടിരിക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ ഇറക്കി വിടാം. നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് വിചാരിച്ച വേറെ കണ്ടസ്റ്റന്റിനെ കിട്ടും, പക്ഷെ ഞങ്ങൾ ചെയ്യാത്ത നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നിന്ന് കളിക്കണം. ഞങ്ങളുടെ സീസൺ 1, ഞങ്ങളുടെ ആദ്യത്തെ സീസൺ 1 ആദ്യത്തെ കണ്ടസ്റ്റൻസാ നിങ്ങള്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമ്മളുടെ അമ്മയായാലും അച്ഛനായാലും ആരായാലും വഴക്ക് പറയുന്നത് ഇഷ്ടമില്ലാത്തോണ്ടാണോ? സ്നേഹമുള്ളത് കൊണ്ടാണ്. ആരവി ഇവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ഇൻവെർട്ടർ കോമ ഇട്ടതാ 20 പേരും എനിക്ക് പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ ഇവർക്ക് അത് മനസ്സിലായില്ല ആ അർത്ഥം. നമ്മളോട് മത്സരിക്കണം. നമ്മൾ എന്തെങ്കിലും ഇവരുടെ ഒരു ഫോൾട്ട് പറഞ്ഞു കൊടുക്കുമ്പോ വഴക്ക് പറയും. ദേഷ്യം കാണിക്കാനും വഴക്ക് പറയാനുള്ള ഒരു അധികാരം നമുക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. നമ്മളുടെ മക്കളാണ് ഈ 21 പേരും. നിങ്ങൾ ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് അത് ഹേർട്ട് ആവും, അല്ലെ? നിങ്ങൾ ഈ മിസ്റ്റേക്ക് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാവുമല്ലേ നിങ്ങള്? അത് ഞങ്ങളെ ചോദ്യമല്ല, ഇത് ഓഡിയൻസിനെ ചോദ്യമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഓഡിയൻസ് ഞങ്ങളോട് വന്ന് എന്താ ചോദിക്കുന്നത് അറിയാം? നിങ്ങൾ എന്ത് കണ്ടസ്റ്റൻസിനാ കൊണ്ടുവന്നത്? ഏത് ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻസിനാ കൊണ്ടുവന്നത്? ഓരോ വ്യക്തികളുടെ പേരെടുത്തിട്ടാണ് പറയുന്നത്, എടുത്ത് വെളിയിൽ കളയാൻ. ഞങ്ങളതൊക്കെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളികളാവാതിരിക്കാനാണ്. ഇവിടെ നിങ്ങൾ മാസാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന പലതും മറ്റുള്ളവർ നിങ്ങൾ ജഡ്ജ് ചെയ്യാം. അത് മറ്റുള്ളവർ ജഡ്ജ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞാലും ചില സ്ഥലത്ത് നമ്മൾ നമ്മളുടെ വ്യക്തിത്വം കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലെ? അപ്രീഷിയേഷൻ ചെയ്യാൻ മറ്റുള്ളവർക്ക് അവകാശം ഉള്ളതുപോലെ നമ്മളുടെ തെറ്റ് കാണുമ്പോൾ അത് പറയാനും തിരുത്താനും അവർക്ക് അവകാശമുണ്ട്. അല്ലാതെ നമ്മളുടെ നല്ലത് മാത്രം പറയാൻ എല്ലാവരും വേണം, പക്ഷെ നമ്മുടെ തെറ്റ് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഇവിടെ താരേനെ ആയാലും ജിതിനെ ആയാലും റഷ്യനെ ആയാലും നമ്മൾ വഴക്ക് പറയുന്നത് എന്താ? അവരതൊക്കെ തിരുത്തി നന്നായിട്ട് പ്ലേ ചെയ്യാനാണ്. നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളിവിടെ എക്സ്പോസ് ചെയ്ത് നിങ്ങളിവിടെ ബാഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് കാണിച്ച് ഞങ്ങൾക്ക് വെളികളാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ അടുത്ത വീക്കിലേക്ക് കയറുമ്പോ, നിങ്ങൾ ഫിനാലെ എത്തുമ്പോ ഇതെല്ലാം മാറ്റി അർഹിച്ച വിജയി തന്നെയാണ് ബിഗ് ബോസ് സീസൺ 1 കിട്ടിയതെന്ന് എല്ലാവരെയും കൊണ്ട് പറയിക്കണം. എല്ലാവരെയും കൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള 21 പേരെയും കൊണ്ട് നിങ്ങൾ പറയിക്കണം. അല്ലാതെ ഇത് അൺഫെയർ ആണ് എന്നല്ല, ഇങ്ങനെ ഒരു വ്യക്തിക്കല്ല കിട്ടുന്ന ഒരാൾ പോലും പറയാൻ പാടില്ല. ആരവി, ഞാൻ ഒരു ലാസ്റ്റ് ഒരു സംഭവം കൂടി പറഞ്ഞത്, നമുക്ക് ബ്രേക്കിൽ പോവാം. നമ്മൾ കുറച്ചു നേരം ആയില്ലേ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗോൾഡൻ വേർഡ്സ് ഒരു സീസൺ ആദ്യമായിട്ട് തുടങ്ങുമ്പോ, അല്ലെ എന്താണെങ്കിലും ബിസിനസ് ആണെങ്കിലും ശരി, എന്ത് സംഭവം തുടങ്ങുമ്പോ അത് ഗോൾഡൻ വേർഡ്സ് എഴുതി വരും. അത് എപ്പോഴും അത് ഓർമ്മ നിൽക്കും. ഈ പറയുന്ന ജനങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഞാൻ പറയാം, നിങ്ങളെ ആക്ടിവിറ്റി റൂംസിൽ എത്ര പേരുണ്ട്? 300 പേര്. നിങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ എത്ര പേരുണ്ട്? 1000 മേലിൽ ഫോളോവേഴ്സ്. അത് എന്തുകൊണ്ട്? നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് ബ്രേക്കിൽ പോയിട്ട് വരാം. അപ്പോ ചിന്തിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് വഴക്ക് പറയുന്നേ, ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ ചിന്തിച്ച് അത് മനസ്സിലാക്കി തിരുത്തുക, എല്ലാവരുടെയും തെറ്റുകൾ മനസ്സിലാക്കുക. ഷോർട്ട് ബ്രേക്ക്. കേക്കണേ, ആരും പറയണ കാര്യങ്ങൾക്ക് ബ്രേക്കായി കേക്കണേ. അഖിലേ, ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഞങ്ങൾ ഇവിടെ കുറെ പേര് പല കാര്യങ്ങൾക്കും പാട്ട് പാടാനും അല്ലെങ്കിൽ നിങ്ങളുടെ തമാശ കളിക്കാനും ചിരിക്കാനും എല്ലാത്തിനും വെറുതെ ബിഗ് ബോസിനെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ അങ്ങ് സ്വന്തമായിട്ട് ഡീൽ ചെയ്യുക. നിങ്ങൾ അവർ വിളിച്ചതുകൊണ്ടാ നിങ്ങൾ വിളിച്ചതിനുള്ള ക്ലാരിഫിക്കേഷനോ, നിങ്ങളൊരാളെ വിളിച്ചത് തിരിച്ചു വിളിച്ചത് ശരിയാവുന്നില്ല. അപ്പോ നിങ്ങൾ അവർ തമ്മിലപ്പോ എന്താ ഡിഫറൻസ്? നിങ്ങളും അവർ ഒരുപാട് ചെയ്തിട്ടുണ്ടപ്പോ അവിടെ നിങ്ങൾ ആവശ്യമില്ലാത്തതിന് മെൻഷൻ ചെയ്താൽ ഞങ്ങളെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് മെൻഷൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ 13 പേര് ഇരിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാസ്ക് ഉണ്ടാക്കി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയിന്റ്സ് ഇട്ട് നിങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്തൂടെ? ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഞങ്ങളില്ലേ? അവിടെ നിങ്ങളോടൊരാൾ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനെ അറിയിക്കുക. ലാസ്റ്റ് ഉണ്ടെങ്കിൽ മതി. അഖിലേ, പറയൂ. അഖില്, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനത്തെ ഇപ്പൊ ഞാൻ പറയാം, അഖിലിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അഖിലിന് തിരിച്ചു പറയാം, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല.
തിരിച്ച് എന്തുമാത്രം ആർഗ്യുമെന്റ് ഏത് രീതിയിലും നിങ്ങൾക്ക് ആർഗ്യുമെന്റ് ചെയ്യും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇല്ല, അതെപ്പോഴും അത് വെളി പോവുക, അത് ഇത്ര പേര് കാണുക, അത് മാത്രം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അല്ലാതെ ഇത് അഖിലിനെ ഡൗൺ ആക്കാനോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിയല്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഡൗൺ ആക്കാനൊന്നല്ല. അത് നിങ്ങളുടെ എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവും നിങ്ങൾ ചോദിക്കുന്ന സ്വാഭാവികമാണ്. നോ വെറീസ്. എല്ലാരും ഭയങ്കര ടെൻഷനിലാണ് അല്ലേ? പക്ഷേ അതെ, നമുക്ക് ഞാൻ പറയാം ഒരു ഗെയിമിൽ പോവാം, ഒരു ഗെയിം കളിപ്പിക്കാം ഇവരെ. എല്ലാരും റിലാക്സ് ആവട്ടെ. ഹലോ ബിഗ് ബോസ്. ഹലോ. ഇതാരാ? ഡേവിഡ്. യെസ്. നമുക്കിവിടെ സംസാരിക്കാൻ അവസരം തരുമോ? അവസരം തരാം. അവസരം തരാം. നമുക്കൊരു ടാസ്ക് കളിക്കാം. ഞാൻ ഓക്കെ. വീഡിയോ ഓൺ ചെയ്തോളൂ ഡേവിഡ്. ആരവി, നമ്മളെ ഈ മറവിൽ ബിഗ് ബോസ് സീസൺ 1 ഒരു സെക്കൻഡ്, ഞാൻ വീഡിയോ ഓൺ ചെയ്യാത്തത് ഞാൻ സ്റ്റേഷനിലാണ് ഡ്യൂട്ടി ആയിട്ടിരിക്കുന്നത്. നോ വറീസ്. ഓക്കെ. ആരവി, നമ്മൾക്ക് ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻആക്റ്റീവ് കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ? ആരത് ഇൻആക്റ്റീവോ? എല്ലാരും അശ്വിൻ. അതെ, അശ്വിൻ, റിഷാൽ, അമൃത. 3 പേര് വന്നോ? അമൃത സൗണ്ട് ഒന്നും കേൾക്കണേ ഇല്ല. ഹലോ, അഞ്ജലി എവിടെയാ? ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ഓടിപ്പോയോ? കൈ കളിച്ചോ? അഞ്ജലി, മറ്റേ എഴുതിയ കാര്യം സൂപ്പർ ആയിരുന്നു, ഇഷ്ടമായിട്ട്. പറയാം, അതിലേക്ക് വരാം. ടാസ്ക് ചെയ്തിട്ട് അതിലേക്ക് വരാം. അതെ, ടാസ്ക് ചെയ്യാം, ടാസ്കിൽ പോവാം. അപ്പൊ നമുക്ക് ഇവർക്ക് മൂവി കൊടുത്താലോ? അതെ, ഡം ഷെയർ ആർട്സ് കളിച്ചാലോ? റെഡിയാണോ? എല്ലാരും ഏറൊക്കെ അറിയാമോ? ഞങ്ങൾ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോ ഞങ്ങളുടെ ദേശീയ കഴിഞ്ഞു, ഞങ്ങൾ പറയാനൊക്കെ പറഞ്ഞു. നമുക്കെല്ലാം ചില്ലിക്കാം, ചിരിച്ചോണ്ട് എല്ലാരും. ഒരു മിനിറ്റ് ആരവി, ജിതിൻ അൺമ്യൂട്ട് ചെയ്യാം. കളിച്ചാലോ നമ്മൾക്ക് ഒരു ഗെയിം? ഞാൻ കളിക്കണോ? ഞാൻ കളിക്കാൻ റെഡിയാ. ഇനാക്റ്റീവ് മെമ്പറിനെ കൊണ്ട് നമുക്ക് കളിപ്പിക്കാം. എന്താ പറയുന്നത്? അങ്ങനെ ഓക്കെ, അവരാണല്ലേ. പക്ഷെ നമ്മൾ ഗസ്റ്റ് ചെയ്യണം, അവർക്കൊരു മൂവി കൊടുക്കും, ഗസ്റ്റ് ചെയ്യണം അവരെ. ഓക്കെ. അപ്പൊ ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളിന് ഒരു കണ്ടസ്റ്റന്റ് ഇവർക്ക് PM ചെയ്യും, മെസ്സേജ് ചെയ്യും, ഒരു പടം മെസ്സേജ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറയുക ഈ വ്യക്തിയെ കൊണ്ട് ഈ പടം ആക്ട് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റ് അത് ഗസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ജിതിൻ തന്നെ ഈ പറയുന്ന അമൃതയ്ക്ക് ഒരു PM ചെയ്യണം, ഒരു മലയാളം പടം കൊടുക്കണം, അത് അമൃത ആക്ട് ചെയ്യും. ഈ പറയുന്ന താര പറയട്ടെ. അല്ല, അത് എങ്ങനെയാണ് അപ്പൊ കൊടുക്കേണ്ടത്? ഒരു പടത്തിന്റെ പേര് കൊടുക്കാം അമൃതയ്ക്ക്. ഓക്കെ, PM-ലാണോ? അത് അമൃത ആക്ട് ചെയ്ത് താരയെ കാണിക്കും. അത് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യാം അങ്ങനെ ഉണ്ടോ? ലൈക്ക് ഇന്ന ലാംഗ്വേജ്? മലയാളം ഓൺലി മലയാളം അല്ലേ? അയച്ചിട്ടുണ്ടേ. ഒരു മിനിറ്റ്. ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരണോ? ബിഗ് ബോസിൽ ആർക്കെങ്കിലും അയച്ചു തരണോ? ആരവിക്ക് അയച്ചു കൊടുത്താൽ മതി. PM-ല് ഇടാ. ധനുഷിന് അയച്ചിട്ടുണ്ട്. ഓക്കെ, വന്നില്ലേ? വന്നു. കണ്ടു. അമൃതയുടെ കീഴേ പറയുന്നു തോന്നുന്നു, പടത്തിന്റെ പേര് കണ്ടിട്ട്. അതല്ല, ഞാൻ അവനെനിക്ക് മൂവി കാര്യങ്ങളൊന്നും കാണാത്ത ഒരാളാ. ഇത് ആരതാ സിനിമ എന്ന് പോലും എനിക്കറിയില്ല. കാണിക്കാമല്ലോ, വേർഡ്സ് വെച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ജിതിന്റെ താരേച്ചായണ്ട പ്രശ്നം.
അതെന്താ മനസ്സിലാക്കണം. ഒന്നുമില്ല. ആ, അതെന്താ താരയെ പേടിയാണോ? താര എന്താ ചെറുതായി കണ്ടന്റിന് താരയെ പേടിയാണോ? അതല്ല ഗസ് ചെയ്യണ്ടേ, മനസ്സിലാവണം. കറക്റ്റ് ഗസ് ചെയ്യില്ല, അതാ പ്രശ്നം. താരയ്ക്ക് മനസ്സിലാവണമെങ്കിൽ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ചിന്തേട്ടനെ ചെങ്ങണ്ടായാലോ? താരയോട് കാണിക്കാം. ഓക്കെ സ്റ്റാർട്ട്. പറയും. ഒരു മിനിറ്റേ. സംസാരിക്കാൻ പറഞ്ഞോ. ഇത് കാണുന്നില്ലേ? ഏതാ? എന്നെ കാണുന്നില്ലേ? കാണാം 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 കാണാം. പറഞ്ഞോ പറഞ്ഞോ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വീഡിയോ ഓഫ് ചെയ്യണം കേട്ടോ, എങ്കിലേ റെഡി ആവുള്ളൂ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വീഡിയോ ഓഫ് ചെയ്ത് ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. അഖിൽ വീഡിയോ ഓഫ് ചെയ്യാം. കാണിക്കൂ അമൃത. വീഡിയോ ഓഫ് ചെയ്യാം. 5 5 5 5 അഞ്ചല്ലേ ഉദ്ദേശിച്ചത്? 5. ഓക്കെ 5 5 എന്താണ് എണ്ണുന്നത്? 5 അക്കങ്ങൾ. ഓക്കെ ഓക്കെ. ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞോ. ഏതാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇന്ന് കാണാൻ പറ്റുന്നോ? കാണാൻ പറ്റുന്നുണ്ട്. അമൃത പെട്ടെന്നാവട്ടെ. ആരവി, നമുക്ക് പെട്ടെന്ന് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യണം. ഒരു ടോപ്പിക് കിട്ടുന്നുണ്ട് സംസാരിക്കാൻ. ഓക്കെ 1 അത്ഭുതം. അതിശയം. പിന്നെന്താ? അത്ഭുതം, അതിശയം. അയ്യോന്ന് വെച്ചതാണോ? അയ്യോന്നാണോ? അല്ല, അതിശയമാണല്ലോ അത് കാണിക്കുന്ന. അതിശയമല്ല, അത്ഭുതമല്ല, ആശ്ചര്യം അല്ല. പിന്നതെന്താ? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ കാണിക്കുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത്? തൊട്ടു. ലാലേട്ട മൂവിയാണോ? യെസ്. ഈ റീസെന്റ് ഉണ്ടായ മൂവിയാണോ? ഈ റീസെന്റ് അല്ല, പഴയത്. ശോഭനയുണ്ടോ? എനിക്ക് പടത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചോദിക്കല്ലേ. ഓക്കെ ധനുഷേ, നമുക്ക് ടൈം ആവും. അമൃതയ്ക്ക് സോറി. നമുക്ക് അഞ്ജലിയെ കൊണ്ട് ജയിപ്പിക്കാം. അതിന് ആൻസർ എന്താ? ജിതിൻ തന്നെ അതിന് ആൻസർ പറയും. വിസ്മയ തുമ്പത്ത്. അതാണ് അതിന് ആൻസർ. അമൃത നല്ലെങ്കിൽ ചെയ്തു കേട്ടോ, അടിപൊളിയായി ചെയ്തു. അറിയില്ലെങ്കിൽ കൂടെ അതൊക്കെ ചെയ്ത് കാണിക്കാനുള്ള കഷ്ടപ്പെട്ടു പാവം. അപ്പൊ നമ്മൾക്കിനി അഞ്ജലിയെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കാം. അഞ്ജലിക്ക് ചിന്ത ഒരു പടം കൊടുക്കും. ചിന്ത അൺമ്യൂട്ട് ചെയ്യാം, ഒരു പടം കൊടുക്കാം. ഓക്കെ. താര വീഡിയോ ഓഫ് ചെയ്തു.
നമ്മൾക്ക് അശ്വതിക്ക് കൊടുക്കാം. അഞ്ജലിക്ക് അശ്വതിയെ കൊടുക്കാം. അശ്വതി കേട്ടു. ഞാൻ കൊടുത്തു. കൊടുത്തോ? ആ, പണം കൊടുത്തു. ബിഗ് ബോസിന് ഇട്ടോ? ഓക്കെ, ഇപ്പൊ അയക്കാം. ഈ ലിവിംഗ് റൂമിൽ ഇട്ടാ മതി. ലിവിംഗ് റൂമിൽ കാണില്ലേ? ശരി, കാണത്തില്ലേ ആള്? ലിവിംഗ് റൂമിൽ ഇടണ്ടവരെല്ലാം കാണും. എല്ലാരും കാണും. ഇത് ആർക്കാ അയക്കുന്നേ? ഒരു മിനിറ്റ്, ഞാൻ ചിന്തയ്ക്ക് ആയി അയക്കാം. ആ, ഇടാ. ഓക്കെ ഓക്കെ. അഞ്ജലി ഇതുവരെ കണ്ടിട്ടില്ല മെസ്സേജ്. അഞ്ജലി ആ മെസ്സേജ് ചെക്ക് ചെയ്യ്. കണ്ട് ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആർക്ക്? അശ്വതിക്കാണോ കാണിക്കുന്നത്? ആ, അശ്വതി റെഡി അല്ലേ? അതെ. അപ്പൊ അഞ്ജലി സ്റ്റാർട്ട് ചെയ്യ്. മമ്മൂട്ടിയാണോ? അതുമല്ലേ? അയ്യോ, ഇങ്ങനെ കാണാനില്ല. ആ സ്ക്രീൻ അശ്വതിക്ക് ആ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും അഞ്ജലിയുടെ. ആ 3 ഡോട്ടിൽ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ജലി സ്റ്റാർട്ട് ചെയ്തോ? ആ, ചെയ്തോളൂ. ഒരു നടനെയാണോ കാണിക്കുന്നേ? ഏതെങ്കിലും നടനെയാണോ കാണിക്കണേ? വേറെന്തെങ്കിലും കാണിക്കേ? എക്സ്ട്രാ വേറെന്തെങ്കിലും കാണിക്കേ? കാല് കഴിഞ്ഞോ? ആരവി, ഒന്നും കൂടെ ഒന്ന് കാണിക്കോ? നെക്സ്റ്റ് ആദ്യം കാണിച്ചത് ഒന്നുകൂടെ ഒന്ന് കാണിക്കോ? ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, ഞാൻ പറയാം. ശോഭനയുടെ മണിച്ചിത്രത്താഴ്. കറക്റ്റാ. ഓക്കെ. എനിക്ക് അതിനകത്ത് ആ എപ്പിസോഡ് മാത്രം അറിയത്തുള്ളൂ. മണിച്ചിത്രത്താഴാണോ? എനിക്ക് പിന്നെ തോന്നില്ല ശോഭന സേതുരാമൻ നടക്കുന്ന പോലെയൊക്കെ കാണിച്ചത്. എനിക്ക് പെട്ടെന്ന് പിന്നീട് മനസ്സിലായി അത്. കാലിൽ ചിലം കെട്ടിയതല്ലേ? അല്ല, എനിക്ക് അത് പിന്നീടാ മനസ്സിലായത്. കത്തിയത് പിന്നീടാ. അങ്ങനെ ആ ശോഭനയുടെ നടത്തം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഡാൻസും കൂടി കാണിച്ചു. എന്തായാലും അശ്വതി നന്നായിട്ട് അശ്വതി, നമ്മൾക്ക് ആ ഇഷ്യൂ ഒന്നും കൂടി നോക്കിയാലോ? പ്ലേ ചെയ്താലോ? ആദിത്യ, പ്ലേ ചെയ്. രണ്ടുപേരാണുള്ളത്, കാറ്റും ഡേവിഡും. ശരിക്കും ഞങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. അവരറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൈനസ് മാർക്ക്, ഒന്നല്ലെങ്കിൽ സ്പോട്ട് എവിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൈനസ് മാർക്ക് ആയിരിക്കും. അത് കാരണം കൊണ്ട് എനിക്ക് പറയാനും പാടില്ല മുഴുവനായിട്ടൊന്നും. ഓക്കെ പറയാം. ഇതിപ്പോ ഇന്ന് ആരെയും പറഞ്ഞു വിട്ടില്ല. എനിക്ക് അശ്വതി, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഓസ്ലറായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ചാറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോയ്ക്ക് ടൈം തരാം. ആദ്യം അശ്വതി പറയാം. ഓക്കെ, ഈ മനുഷ്യനെ, ഈ ഓസ്ലർ എന്ന് പറയുന്ന ഈ വ്യക്തിനെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളായിരിക്കും നിങ്ങളൊക്കെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പക്ഷെ ഒരു കാര്യം പറയാണ്, കൈതമുള്ളിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, മേൽപ്പെട്ടും കീഴ്പ്പെട്ടും ഒഴിയാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് എന്നോട് ചോദിച്ചു, ഇപ്പോ ഡാനിഷിന്റെ PM ലേക്ക് വന്ന ഈ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വോയിസ് മാത്രമേ വന്നിട്ടുള്ളൂ.
എനിക്ക് പക്ഷെ മെസ്സേജ് എന്നോട് മാത്രമല്ല വന്നത്. എനിക്ക് അശ്വതി മെസ്സേജ് മാത്രമല്ല വന്നത്. എനിക്കറിയാം. ഞാൻ ഈ നമ്പർ അശ്വതി ഒരു മിനിറ്റ്, ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വേറെ ലിജോ ഒരു മിനിറ്റ് ലിജോ, ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ ഇത് കൊണ്ട് അവിടെ ന്യൂസ് ഇട്ട് ചെയ്ത് എനിക്ക് വന്ന മെസ്സേജ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തായിരുന്നു. അത് ഞങ്ങളുടെ ഷോനെ ബാധിക്കും. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നോ? ഞാനത് ഡിസ്പ്ലേ ചെയ്യുന്നോ ആ മെസ്സേജ്, എനിക്ക് വന്ന മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ട് അശ്വതി. അത് മാത്രല്ല അശ്വതി ഇവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രാധാന്യം. ഇവിടെ എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം, അത് ഞങ്ങൾക്ക് അറിയോ ഇല്ല എന്നുള്ളതല്ല. അശ്വതി ഒരു കോൺഫിഡൻഷ്യൽ കാര്യം റിവീൽ ചെയ്തിരിക്കുക, അതിനെപ്പറ്റി പറയും. ഇല്ല, ഞാൻ പറഞ്ഞത് സൺഡേ, അതായത് ലാസ്റ്റ് സൺഡേ ഈ ലിജോ അതുപോലെ ഡേവിഡ് സാർ ഇവിടെ കയറിയ സമയത്താണ് അന്നത്തെ ദിവസം. അത് എപ്പോഴോ ആ ദിവസം എല്ലാവരും വൈൽഡ് കാർഡ് ഒക്കെ കയറി കഴിഞ്ഞിട്ട് എപ്പോഴോ വന്നൊരു മെസ്സേജ് ആണ്. ഞാൻ എപ്പോഴാണ് അതിന് റിപ്ലൈ കൊടുത്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, സത്യമായിട്ട് ഞാൻ പറയാം. വേറൊരു കാര്യം കൂടി ഞാൻ മാർക്ക് വരും എന്ന് അശ്വതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വതിക്ക് അറിയാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അതെ, ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീണ്ടും അതിനെ പറ്റിയിട്ട് സംസാരം വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്കിത് പറയാൻ പാടില്ല, ഇനി വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ വേറെ മെസ്സേജുകളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അതിനുശേഷം പിന്നീട് വന്ന റിപ്ലൈ ആണ് എനിക്ക് അന്ന് മറ്റേ ലിജോനും അജ്മലും തമ്മിലുള്ള സംസാരത്തില് അതിനെ ബേസ് ചെയ്തിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു വന്നത്. ഈ പറയുന്ന വ്യക്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു. ഇന്നലെ ഈ പറയുന്ന വ്യക്തി വേറൊരു നമ്പറിൽ നിന്ന് എന്നെ കുറെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഈ ഷോ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്കറിയാം എന്നെ പറയാൻ പാടില്ലാത്ത, എനിക്കിവിടെ നിങ്ങളുടെ അടുത്തത് എനിക്ക് എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്. കാരണം അതുപോലെയാണ് അയാൾ എന്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ അയാൾ എന്താണെന്നുള്ളത് അശ്വതി ഒരു മിനിറ്റ്, 9633324324 ഈ നമ്പറിന് മെസ്സേജ് വന്നിട്ടുണ്ടോ? യെസ്റ്റർഡേ എനിക്ക് ഈ നമ്പറിൽ നിന്നാണ് ആളെനിക്ക് മെസ്സേജ് അയച്ചത്. ഈ നമ്പർ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് വന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കത്തില്ല, ഫുൾ തെരുവാക്കുകൾ. എനിക്ക് വന്ന മെസ്സേജാണ് ഞാൻ റിമൂവ് ചെയ്തത്. എനിക്ക് ധനുഷിനോട് വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുക. നമ്മള് ബിഗ് ബോസ് ഈ ഒരു നമ്പർ കുറച്ച് ദിവസം മുമ്പ് അവിടെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ബ്ലോക്ക് ചെയ്യണമെന്ന്. അശ്വതിക്ക് യെസ്റ്റർഡേ മെസ്സേജ് വന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കും. ഇൻഫോം ചെയ്യായിരുന്നു. ഞാൻ എങ്ങനെ എന്നെ തെറി വിളിക്കുന്നത് ഞാൻ എങ്ങനെ ഇൻഫോം ചെയ്യാന്ന് ഞാൻ ആലോചിച്ചിട്ടാ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം എന്നെ അത്രമാത്രം എന്നെ അനാവശ്യങ്ങൾ കുറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു രണ്ട് മിനിറ്റ് അശ്വതി, നിങ്ങളിന് ആർക്കെങ്കിലും മെസ്സേജില് തെരുവാക്കുകളോ അല്ലെ ഇൻസൾട്ടിങ് വേർഡ്സോ എവിടെയാണെങ്കിലും, അത് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു ബിഗ് ബോസിനെ ക്രൂ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഇൻഫോം ചെയ്യുക. എന്താന്ന് വെച്ചാൽ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഷോയില് ഞങ്ങളെ വിശ്വസിച്ച വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളെ അങ്ങനെ ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ആ നമ്പർ അവിടെ ഇട്ടിട്ടെന്താ പറഞ്ഞ, അതിൽ നിന്ന് മെസ്സേജസ് വരും, നിങ്ങളെ ത്രെട്ടൻ ചെയ്യും, അതുകൊണ്ട് ബ്ലോക്ക് ആക്കി ഇടുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിഷമിക്കാണ്ടിരിക്കാനാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് കാണിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോ ആ വാക്കുകൾ കണ്ടുണ്ടായ വിഷമം എത്രയാണ് നമുക്ക് അത് ഉണ്ടാവാതിരിക്കാനാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലിജോ പ്ലീസ്, ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് മുഴുമിപ്പിച്ചോട്ടെ. ഓക്കെ, ഞാൻ അന്ന് എനിക്ക് വന്ന മെസ്സേജ്, എന്റെ PM വന്ന മെസ്സേജ്, ആ നമ്പറാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ആ സെയിം നമ്പർ ആയിരിക്കും ഇതെന്നാണ് ഞാൻ കരുതിയത്. കാരണം അന്ന് റിമൂവ് ചെയ്ത നമ്പർ ആ സെയിം നമ്പർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാനത് പിന്നീട് ഈ നമ്പർ ഞാൻ ശ്രദ്ധിക്കാതെ പോയത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് ബ്ലോക്ക് ചെയ്തേ. പിൻ ചെയ്തിട്ടുള്ള മെസ്സേജ് ആണ്. ഇപ്പൊ തന്നെ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനിയും മെസ്സേജസ് വരും. എല്ലാവർക്കും ഞാൻ ചെയ്തു കാരണം എനിക്ക് ഇനി അറിയാം. കാരണം ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അതല്ല, അത് മനസ്സിലായി. അതിപ്പോ നിങ്ങൾ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്താലും വേറെ നമ്പറിന് മെസ്സേജ് വരുമ്പോൾ നമ്മളെ ക്രൂ മെമ്പർ അറിയാം. അത് എനിക്ക്
എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആള് ഈ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത നാളെ ഇനി വേറെ നമ്പർ എനിക്ക് വരുമോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാനത് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനിയിപ്പോ ഇത് ഞാൻ ഈ ചെയ്തത് കൊണ്ട് ഞാൻ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് എന്ത് ബാഡ് ആയിട്ടുള്ള മെസ്സേജോ എന്തെന്നെ ആയിക്കോട്ടെ, നിങ്ങളെ ത്രട്ടൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഷോയെ പറ്റി മോശം പറയുന്നതോ എന്ത് മെസ്സേജ് വന്നാലും അത് ക്രൂ മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യാനുള്ള ഒരു മൈൻഡ് കാണിക്കുക. നിങ്ങളടുത്ത് പലപ്പോഴും പറയാറുണ്ട് മെസ്സേജിന്റെ കാര്യം. നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ക്രൂ മെമ്പേഴ്സിനെ അറിയിക്കണം എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇനിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വന്ന് പറയാം, നമുക്ക് ഓരോ സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ 13 ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ 13 പേർക്ക് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി ഇവിടെ കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കണം, ബിഗ് ബോസിനോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺഫഷൻ റൂമിലേക്ക് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ആരെങ്കിലും ഒരാളെ ഇൻഫോം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആരാണോ അവൈലബിൾ ആയിരിക്കുന്ന ആരെങ്കിലും ഇൻഫോം ചെയ്താൽ മതി. നിങ്ങൾ അതിനെ വിഷമിച്ച് അതിനെ ഇങ്ങനെ ആരോടും പറയാതെ വെച്ചോണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നം ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാ. നിങ്ങള് നന്നായിട്ട് ഗെയിം കളിക്കണം. നിങ്ങൾ ഇവിടെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എല്ലാവരും അറിയപ്പെടണം. ബിഗ് ബോസ് സീസൺ 1 ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വാട്സ്ആപ്പ് ബിഗ് ബോസ് ഷോയുടെ ഭാഗമായ ആൾക്കാരാണ് നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായ വാല്യൂ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അറിയപ്പെടണം. ഒരു ബാഡ് രീതിയിലോ അല്ലെങ്കിൽ ഒരു മോശം കണ്ടസ്റ്റന്റ് എന്ന പേരിലല്ല ഞങ്ങൾക്ക് അറിയപ്പെടണം. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ ബോൾഡ് ആയിരിക്കണം. മനസ്സിൽ ഏകാഗ്രത വേണം. അപ്പൊ ഇങ്ങനെയുള്ള വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്ത് തന്നെ വിഷമം ഉണ്ടായാലും അത് ഞങ്ങളെ ബോധിപ്പിക്കാൻ, അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിപ്പുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും അതിനു വേണ്ടിയാ ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരും കൂടി ഇവിടെ നിക്കണെന്ന്. ആരോഹി, നമുക്കൊരു ഓഡിയോ പ്ലേ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ലിജോ അൺമ്യൂട്ട് ചെയ്യാം. ലിജോ ഓക്കെ. ആദിത്യ അത് പ്ലേ ചെയ്യാം, ആ ഓഡിയോ പ്ലേ ചെയ്യാം. ചേച്ചി എല്ലാരും കൂടി പുറത്തുനിന്ന് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള പുതിയ എന്ന് പറഞ്ഞു കേട്ടില്ല, ഞങ്ങളുടെ ആഡ് ഈ ഓഡിയോ ആണോ ഇത്? അഖില് എല്ലാരും കൂടി പുറത്തുനിന്ന് ഗ്രൂപ്പ് പറഞ്ഞു കേട്ടില്ല, ഞങ്ങളുടെ ആഡ് ഇത് അഖില് വിറ്റ ഓഡിയോയാ. അപ്പൊ അഖില് തന്നെ ഇതിന് ആൻസർ തരണം. അഖിൽ, ആരൊക്കെയാ ഗ്രൂപ്പ് തുടങ്ങിയേക്കണേ? ഏതൊക്കെ കണ്ടസ്റ്റന്റാ? അതറിയില്ല, പക്ഷെ താരച്ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇതിലുള്ളവരെല്ലാരും കൂടിയിട്ട് വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടാണ്, നിങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് താരച്ചേച്ചി എടുത്ത് അന്ന് നൈറ്റ് എല്ലാരും കൂടി ഒരു മെസ്സേജ് അയച്ച് ഭയങ്കര ഹറാസായിട്ട് സംസാരിച്ചതെന്ന് അന്ന് താരച്ചേച്ചി പറഞ്ഞായിരുന്നു. ഓക്കെ, താര അൺമ്യൂട്ട് ചെയ്യാം. താര അൺമ്യൂട്ട് ചെയ്ത് താര 10,000 പകുതി പൈസ താരക്ക് തരുമോ? 10,000 പ്രൈസ് മണിയെ ഹാഫ് മണി താരക്ക് തരുമോ? അതോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു അന്ന് തന്നെ. ആരുവേച്ചി കുറെ ഐഡിയാസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു താരച്ചേച്ചി. ഓക്കെ ഓക്കെ, താര എന്ത് ഐഡിയാസ് ആരോഗ്യ പറഞ്ഞു തന്നത്? എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഇത് എന്തായാലും ആരോഗ്യമായിട്ട് ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടുമില്ല, മെസ്സേജ് ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ ഇത് എന്താ സംഭവം? ഇവര് കള്ളം പറയുവാണ്. ഇന്നുവരെ ഞാൻ സംസാരിച്ചിട്ടുമില്ല, മെസ്സേജ് ചെയ്തിട്ടുമില്ല ആരോഗ്യമായിട്ട്. പിന്നെ എങ്ങനെ അങ്ങനത്തെ ഓഡിയോ അയക്കാൻ തോന്നിയത്? അത് വെറുതെ ഷോയ്ക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം. താര അങ്ങനെയാ ചെയ്യുന്നത്, വെറുതെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. താരയുടെ വോയിസ് മെസ്സേജ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാട് വോയിസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന താരയുടെ എണ്ണിയാൽ തീരാത്തത്ര വോയിസ് മെസ്സേജ് ഉണ്ടാ. അത് ഏതെടുത്തിട്ട് ഞങ്ങളുടെ പറയാന്നറിയില്ല. മറുപടി പറയും. പവർ ആണെന്ന് പറയുന്നുണ്ട്. ആണോ? താരക്ക് പവർ ഉണ്ട്. താര ഈ പറയുന്ന താരക്ക് ഫേവറീസ് ഉണ്ട്. താരക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. താരക്ക് ഈ പറയുന്ന 10,000 പകുതി പൈസ കൊടുക്കും. തരും. പകുതി ഞങ്ങൾക്ക് തരും. താര അങ്ങനെയാണോ? താര എന്നാ എനിക്ക് 10,000 പകുതി പൈസ തരാമോ? അല്ല, എവിടെയൊക്കെയാ താര സുബീത്തിനെ വിളിച്ചിട്ടുണ്ട്, ജംഷിനെ വിളിച്ചിട്ടുണ്ട്. ജംഷിനെയാണ് എനിക്ക് ആദ്യം മെസ്സേജ് ഇട്ടത്.
ആദ്യമായി മെസ്സേജ് ഇട്ടതല്ല, കോൾ ചെയ്തു. താങ്കൾ കോൾ ചെയ്തു. താങ്കൾ എന്തുകൊണ്ട് കോൾ ചെയ്തു? എന്നെ വിളിക്ക അർജന്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു, എന്നിട്ടാണ് ചോദിച്ചത്. അറിയിച്ചില്ല, നിങ്ങളടുത്ത് പറഞ്ഞിരുന്നല്ലോ. ആരാ കള്ളം പറയല്ലേ? ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിരിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ യെല്ലോ കാർഡ് എടുത്ത് അങ്ങോട്ട് തന്നേക്കുന്നതാണ്. സാറേ എനിക്ക് അതിന് മറുപടി തരണം. 10,000 റുപ്പീസിന് സാധനം ഏത് ക്രൂ മെമ്പേഴ്സാ പറഞ്ഞേക്കുന്നത്? 10,000 റുപ്പീസ് തന്നെ അതിനെ പകുതി പൈസ ഞങ്ങൾക്ക് തന്നാ മതി. ഏത് ക്രൂ മെമ്പേഴ്സ്? ഞാൻ പറഞ്ഞു, അത് ആരോഗ്യ പറഞ്ഞു, അത് എന്റെ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു. ഞാൻ എന്ത് ഐഡിയാസ് താരക്ക് തന്നേ? അതാ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഞാൻ ഐഡിയാസ് കൊടുക്കുകയാണെങ്കിൽ താര ഇങ്ങനെ ആയിരിക്കില്ല കളിക്കുക. താരെ ചിരിക്കാനുള്ള കാര്യങ്ങളല്ല, ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചതാ, നിങ്ങൾ താരയാണോ ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ഞാൻ ആരവീടുന്ന ഒരിക്കലും മെസ്സേജ് അയച്ചിട്ടില്ല. താര അടുത്ത കാർഡ് ഇതായിരിക്കും, പുറത്തോട്ടുള്ള റൂട്ടായത്. തരുണില്ലാന്ന് വെച്ചാൽ അശ്വതിയുടെ ആരോ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്തിറങ്ങി ചാനലിലൂടെ എന്തോ തെളിയിക്കും, അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടസ്റ്റൻസ് നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ വന്നവരാ. ഇവർക്ക് പുറത്തൊരു ജീവിതമുണ്ട്. ഇതിന്റെ ഉള്ളിൽ മാത്രമാണ് ഗെയിം. ആ ഗെയിം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവസാനിക്കുകയാണ്, അല്ലെ? ഇവിടെ ആരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ എതിരാളികളല്ല. പിന്നെ എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, താരം ഭയങ്കര പവറാണ് എന്ന് കാണിക്കുന്നത്? ഇവിടെ നിങ്ങളെക്കാൾ ചെറിയ ആൾക്കാരാണോ ഇവിടെ ഉള്ളത്? നിങ്ങളെക്കാൾ താഴ്ന്ന ആൾക്കാരാണോ ഉള്ളത്? എല്ലാവർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. അവിടെ താരമറ്റ് ബാക്കിയുള്ളവർ ചേർത്ത് തരുന്നൊന്നുമില്ല. അപ്പൊ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കുക. ഇതൊരു ഷോയാണ്. നിങ്ങളെക്കാൾ ചിലപ്പോ ഈ പറയുന്നതിന് പവറുള്ള ആൾക്കാർ നിങ്ങൾ പോലും അറിയില്ല. ഈ പവറുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മിണ്ടില്ല, സൈലന്റ് ആയിട്ടിരിക്കും, ഇങ്ങനെ വിളിച്ചു പറയില്ല. ഇത് താര അതിനുള്ള ആൻസർ തരത്തില്ല. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ആദ്യം താര തരട്ടെ, അത് വെച്ച് നമുക്ക് സംസാരിക്കാം. ഇതൊരു ഷോയാണ്. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നല്ലേ, അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. താര ഇതിന് ജസ്റ്റിഫിക്കേഷൻ തരട്ടെ. 10,000 റുപ്പീസ് ഏത് ക്രൂ മെമ്പർ? എനിക്ക് ആ ക്രൂ മെമ്പറുടെ പേരറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് അങ്ങനെ പറയണം. ഞങ്ങള് താരെ ഒരു മിനിറ്റ്, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. താരെ ഞങ്ങൾ ഫോൺ ചെയ്തായിരുന്നോ? ഫോൺ ചെയ്ത് താരെ വിളിച്ചതാണോ ഈ ഷോയില്? അല്ലല്ലോ. ഓഡിഷൻ താര അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അതിന് അഗ്രിമെന്റ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? അതിന് എല്ലാ കണ്ടസ്റ്റന്റിനോട് ചോദിക്കുന്ന ഈ കാര്യനാല് ആ അഗ്രിമെന്റ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഏതെങ്കിലും റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടോ താര? എന്നോടാണോ? അഖിലിനോടല്ല, താരയോട്. ഇല്ല. ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ തന്നാ മതി. ഈ 10,000 റുപ്പീസ് ഞങ്ങൾ താരയ്ക്ക് തരും, അതിനെ പകുതി പൈസ താര എനിക്ക് തരും. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ. എന്റെ ഓഡിയൻസിന് ഈ കാര്യം അറിഞ്ഞേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് എല്ലാവരും, ഇനി എന്റെ ഓഡിയൻസിന് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ താര ഇപ്പം കൊടുക്കും. ഇത് ഓഡിയൻസിനുള്ള ആൻസേഴ്സാ. ഉത്തരം പറയാതെ ഈ ഷോ ഇവിടെ നിക്കില്ല താര. സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനെ ആൻസർ കിട്ടാതെ ഈ ഷോ 2 അടി മുമ്പോട്ട് വെക്കത്തില്ല. അത് മെയിൻ പോയിന്റ് എന്ന് വെച്ചാല് ആരവിയായിട്ട് ഞാൻ ഇന്ന് വരെ മെസ്സേജ് ചെയ്തിട്ടില്ല. ആരവിയായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. അടുത്തത് രണ്ടാമത്തെ റഷ്യ ഇങ്ങോട്ടാണ് അർജന്റ് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ചോദിച്ചപ്പോഴ് കഴിഞ്ഞ പ്രാവശ്യം അത് ക്ലിയർ ചെയ്തതാ. റഷ്യക്ക് ഇൻസ്റ്റഗ്രാമില് ഏതോ ഒരു വ്യക്തി മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്നു, പിന്നെ താരയെ എന്തോ അങ്ങനെ എന്തോ ഒരു കാര്യം റഷ്യ പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നു. അത് പ്രകാരമാണ് എന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്, അർജന്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ. അപ്പൊ ഈ സുബീത്ത് പറഞ്ഞ 10,000 റുപ്പീസിന്റെ കഥയോ? 10,000 പ്രൈസ് മണിയുടെ കഥയാ സുബീത്ത് പറഞ്ഞത്? ഇല്ല, അങ്ങനെ ഒരു ആരും എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പൊ സുബീത്ത് നമ്മളെ വിട്ട് പോയ കൊണ്ട് നമുക്ക് പ്രൂഫ് ഇല്ല. പക്ഷെ സുബീത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാ. അപ്പൊ നമ്മൾക്ക് ആരോ ഈ സ്ക്രീൻ റെക്കോർഡർ നമുക്കത് ഇവിടെ പ്ലേ ചെയ്യുന്ന നമുക്ക് സമയമില്ല. നമുക്ക് ഓൾറെഡി എലിമിനേഷൻ പ്രോസസ്സിൽ പോകണം. അപ്പൊ നമുക്ക് സിരാജേട്ടനെ വിളിക്കണം. അതിനു മുമ്പ് നമുക്ക് ബാക്കി
ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫുഡ് കഴിക്കുകയാണ്. എലിമിഷൻ പ്രോസസ് നിങ്ങൾ നടത്തിക്കോട്ടോ. ഞാൻ ഫുഡ് കഴിക്കുക. ഓക്കെ എലിമിഷൻ ഓക്കെ പ്രോസസ് ഓക്കെ നിങ്ങൾ നടത്തിക്കോ. ഞാൻ ഫുഡ് കഴിക്കട്ടോ. ഞാൻ ഒരുപാട് വരും. ഓക്കെ, അപ്പൊ ഫുഡ് കഴിക്കും. താര 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 ഒരു കാര്യം മനസ്സിലാക്കുക. താര ഇവിടെ ആരെ കോണ്ടാക്ട് ചെയ്താലും, ഒരു പുറത്തുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്താലും അതിന്റെ പ്രൂഫ് അടക്കം നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, എന്തിനാണ് എന്നും ആലോചിക്കുക. കൂടെ മത്സരിക്കുന്നവര്, നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവര് മത്സരാർത്ഥികളാണ്. അവിടെ നിങ്ങൾക്കുള്ള അതേ ഡിഗ്നിറ്റിയും പ്രയോറിറ്റിയും എല്ലാം മറ്റ് കണ്ടസ്റ്റൻസിനും ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് അവിടെ ഒരു പ്രത്യേകതയും ഒരു ക്രൂ മെമ്പേഴ്സോ ഈ ഒരു ഷോയോ നൽകുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഈ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ ഇവിടെ മത്സരിക്കാൻ വന്നവരാ. അവർക്കും അവരുടെ വ്യക്തിത്വം ഉണ്ട്. ഒരിക്കലും നിങ്ങളെക്കാൾ ചെറുതല്ല. ഇവിടെ ഗെയിമിന് വന്നതാ. ഗെയിം കളിക്കുക, ഗെയിമിനാണ് വന്നത്. ഭീഷണിപ്പെടുത്തിയല്ല ഗെയിം കളിക്കേണ്ടത്. ചുമ്മാ എന്തെങ്കിലും 24 മണിക്കൂർ സംസാരിക്കേണ്ടിട്ടുള്ള ഗെയിമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ ആലോചിച്ച് സംസാരിക്കുക. ആരോട് എന്ത് പറയുന്നു എന്നുള്ളത് ആലോചിക്കുക. കുറെ ആൾക്കാർ കാണാൻ, ഞങ്ങളും വെറുതെ ഇരിക്കുകയല്ല, കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഗെയിം ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജഡ്ജസിന്റെ തീരുമാനം അന്തിമമായിരിക്കും, അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയാൽ ഗെയിം അവസാനിക്കാന്നൊരു വീഡിയോ കൺഫർമേഷൻ നിങ്ങൾ തന്നിട്ടുണ്ട്. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതമുണ്ട്. ഇതിനുള്ളിലുള്ള നിങ്ങളുടെ ജീവിതം, ഇത് കഴിഞ്ഞ നിങ്ങളുടെ ജീവിതമുണ്ട്. പുറത്തിറങ്ങി ഇതിവിടെ അവസാനിപ്പിക്കുക. മനസ്സിലാകാരാ? ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. സരിത, അതെ, ഇവിടെ സരിത ഇവിടെ വന്നിരിക്കുന്ന ഗെയിമിനല്ലേ, ഗെയിം കളിക്കാൻ? അതെ. സരിതയോട് സംസാരിക്കാൻ. സരിത അൺമ്യൂട്ട് ചെയ്യാം. സരിത അൺമ്യൂട്ട് ചെയ്യാം. സരിത ഉണ്ടോ? സരിത കുറച്ചു മുമ്പ് വരെ എനിക്ക് സംസാരിക്കാനുണ്ട്. സരിത, ജിതിൻ, ലിജോ 3 പേർക്കും സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഈ എവിക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സരിതയ്ക്ക് സംസാരിക്കാം. സരിത എന്താ മുമ്പ് സംസാരിക്കാൻ ആഗ്രഹിച്ചത് അത് പറയാം. അല്ല, മുമ്പേ പറഞ്ഞത് ഞാൻ ചിന്തന എന്തെങ്കിലും പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. പിന്നെ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിൻ ഒന്ന് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പറയല്ല, ബട്ട് എന്റെ വോയിസ് എനിക്ക് അത്രയും ലൗഡായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ഉള്ള വോയിസിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് ഇവരെന്നെ മെൻഷൻ ചെയ്ത് എല്ലാവരും പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന റൂം എന്റെ തൊട്ടപ്പുറയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഭിത്തി എന്ന് പറയുന്ന സംഭവം അല്ല, ഇവിടെ വേറെ ഇതാണ്. സോ ഞാൻ ഒരുപാട് ലൗഡിലായാൽ അപ്പുറമുള്ളവർ പോയി കംപ്ലൈന്റ് ചെയ്യും. പിന്നെ അത് എനിക്ക് പ്രോബ്ലം ആണ്. ഇപ്പൊ തന്നെ ഇവിടെ ഒരുപാട് ലേറ്റ് നൈറ്റ് ആണ്. എനിക്ക് ഒത്തിരി ലൗഡിൽ സംസാരിക്കാൻ പറ്റില്ല. ഓൾറെഡി എന്റെ വോയിസ് കമ്മാണ്. പിന്നെ ഞാനൊരു പാട്ട് പാടിയിട്ടാ അത് കൊഞ്ചല്, മേ ബി അത് ഗെയിം ആയിരിക്കാം, എന്നെ ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും. എങ്കിലും പറയുമ്പോ ഒരു വട്ടം പറയണം. ഇത് ഡെയിലി വന്നിട്ട് പറഞ്ഞ് നമ്മുടെ വോയിസ് അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിയിട്ട കൊഞ്ചലാണ്. പിന്നെ എന്തൊക്കെ അത് എനിക്ക് നമ്മുടെ ഇതിനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് ഇതാക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണൽ ഗ്രഡ്ജ് ആണ്. ഇവിടെ എല്ലാവരുടെയും പേരെടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോന്ന് പറയണത്. അവനവന്റെ പേരിൽ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ സരിതയോട് ചോദിക്കാൻ ഒരു മിനിറ്റ്, ആരവി ഒരു മിനിറ്റ്. സരിതയോട് ചോദിക്കാനുള്ള ചോദ്യം, സരിത ഒരു ഗെയിമിന് ഇങ്ങനെയാണോ കളിക്കുന്നത്? താങ്കൾക്കും അറിയാം ഈ ഗെയിം ഷോയിൽ വന്നേക്കുക, ഈ ഗെയിം ഷോയിൽ പ്രൊവോക്ക് ചെയ്യും, അങ്ങേ അറ്റത്ത് സംസാരിക്കും. എപ്പോഴും സരിത ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? പല ഗെയിംസ് ഫണ്ടാസ്റ്റിൽ ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് അതിന് ആൻസർ വേണം. സരിത ഓഡിഷൻ ടൈമിൽ സരിത പറഞ്ഞത്, സരിത ഓഡിഷൻ ടൈം ഗീവ് അപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, സരിതയുടെ ഒരു വാക്കുണ്ടായിരുന്നു, ഇവിടെ ഞാൻ അത് ഗീവ് അപ്പ് ചെയ്താൽ അത് ഇവിടെ ഒരാളും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, എന്റെ ഇഷ്ടമാണ് ഗെയിം കളിക്കണോ വേണ്ടോ എന്നുള്ളതൊരു വാക്ക് ഇത് ചോദ്യം ചെയ്തൊരു വ്യക്തിയോട് പറഞ്ഞിരുന്നു. അപ്പൊ കളിയാക്കിയാൽ വന്നത് അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അവിടെ ആ ഒരു സരിത അങ്ങനെ പറഞ്ഞില്ലാന്ന് പറയല്ലേ. അമൃതയോടാണ്. ചോദിക്കില്ല. അമൃത ഒരു മിനിറ്റ് സരിത, ഒരു മിനിറ്റ്
നമ്മളിത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് ടാസ്കിന്റെ ഇടയിലാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതൊരു ടാസ്കിന്റെ ഇടയിൽ വന്നിട്ട് ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നു. ഗ്രൂപ്പ് ടാസ്കിന്റെ ഇടയിൽ മറ്റേ എന്താ എഗിന്റെ ടാസ്ക് അല്ലേ? എഗിന്റെ ടാസ്കിൽ അതെ വന്നല്ലേ പറഞ്ഞത്? ആ എഗിന്റെ ടാസ്കിനകത്ത് സരിതേച്ചിന്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ്. ഗോൾഡൻ എഗിന്റെ എടുക്കുന്ന ടൈമിൽ സരിതേച്ചിന്റെ മെസ്സേജ് മുകളിലാണ് ഉള്ളത്. അതിപ്പോ നമ്മളെ നെറ്റിന്റെ ഇഷ്യൂ കാരണം അങ്ങനെ മുകളിൽ നമ്മളെ മെസ്സേജ് മുകളിൽ കിടക്കും. പക്ഷെ ഒരിക്കലും വേറൊരു വ്യക്തിന്റെ ഫോണില് സരിതേച്ചിന്റെ മെസ്സേജ് ആയിരിക്കൂല മുകളിൽ കിടക്കുന്നത്. അമൃത, ഒരു കാര്യം കൂടി പറയാം. ആ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വന്ന് ക്യാച്ച് ആദ്യം വന്നത് ചിന്തയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ തോപ്പിക്കുന്ന ആവശ്യമുണ്ടോ? ഇല്ല, എന്റെ ഫോണിനകത്തും ചിന്ത ചേട്ടന്റെ ആണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് സരിതേച്ചിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നെറ്റിന്റെ ഇഷ്യൂ ആണ്. കാരണം നമ്മള് അയക്കണ ഒരാളേന്ന് മുകളിലാണ് ഉണ്ടാവും. ഞാനിപ്പോ അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ പക്ഷെ സരിത ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, ഇൻവേർട്ടർ കോമ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനെ കുറിച്ച് അമൃത പറ. ഞാൻ അതിനെ ചോദ്യം ചെയ്തു. കാരണം വെച്ചാല് ഏച്ചി ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞും ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ, ഈ എന്താ അങ്ങനെ പറയുന്നതെന്നോ, അത് ഇന്റെ ഗെയിം അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ കളിക്കൂ, എന്താ അൺഫെയർ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ കളിക്കൂല, അങ്ങനെ രീതിയിലാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സരിത, താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഫെയർ ഗെയിം കളിക്കത്തില്ലാന്ന്? അതും ഞങ്ങളെ എല്ലാവരും കുറ്റപ്പെടുക. ഒരു സ്ഥലത്ത് ഞങ്ങളോട് പറയും ഞങ്ങൾ ഫേവറിസം കാണിക്കുന്നു, ഒരു സ്ഥലത്ത് ഞങ്ങളോട് പറയും നിങ്ങൾ ഗെയിമിൽ ഇങ്ങനെ കളിക്കുന്നു. ഞങ്ങൾ ഓഡിയൻസിന് ഇതിന്റെ ആൻസേഴ്സ് കൊടുക്കണം. സരിത തന്നെ ആൻസേഴ്സ് കൊടുക്കും ഓഡിയൻസിന്. എനിക്ക് എന്റെ ഫോണിൽ 2 വട്ടം ആ ഒരു എഗ് വന്നപ്പോ എനിക്ക് വന്നത് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാ പറയണ്ടേ? സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറ. അതാ ഞാൻ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ അത് ഇട്ടപ്പോൾ എനിക്ക് ആ 2 എഗ്ഗിന്റെ അവിടെയും വന്നത് ഫസ്റ്റ് വന്നത് എന്താണ് ഇപ്പൊ അമൃത പറഞ്ഞ പോലെ മേ ബി അത് എനിക്ക് നെറ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ എനിക്ക് അത് വന്നത് അങ്ങനെയാണ്. സോ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇട്ടത് ആക്ച്വലി ഞാൻ ഇട്ടത് ഞങ്ങളുടെ റൂമിലേക്കാണ്, സ്ക്വാഡ് റൂമിലേക്ക് ഇട്ടതാണ്. പക്ഷെ എനിക്കത് വന്നത് ആക്ടിവിറ്റി ഏരിയയിലേക്കും പോയി. ബട്ട് അത് മൈനസ് മാർക്ക് അടിച്ചു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അവിടെ മെസ്സേജ് ഇട്ടത് അൺഫെയർ ആണെന്ന് എനിക്ക് തോന്നി. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അപ്പൊ തോന്നി അത് അൺഫെയർ ആണെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞതും അത് എന്റെ ഇതാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. ധനുഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ധനുഷേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സരിത, നമ്മളിവിടെ ഓഡിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ടൈം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തരുന്ന ടാസ്കുകളെല്ലാം ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് പ്രത്യേകം കൺസിഡറേഷനിൽ ഇവിടെ ടാസ്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടാസ്ക് ചെയ്യണം. മാറി നിന്ന് കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ഗെയിമിൽ നിന്ന് മാറി നിൽക്കാം. അല്ലാതെ എനിക്കിത് കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. സരിത 2 തവണയാണ് അങ്ങനെ ഗെയിം ഗീവപ്പ് ചെയ്തിരിക്കുന്നത്. ആ 2 തവണയുള്ള 2 തവണ സരിത. എന്നിട്ട് സരിത അമൃത ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതും ചോദിച്ച ടോൺ നമ്മുടെ കയ്യിലുണ്ട്, ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്. സരിത പറയുന്നത് എന്താ, അത് എനിക്കത് അൺഫെയർ ആയിട്ട് തോന്നി, എനിക്കത് എന്നെ ഒരാൾ കളിയാക്കിയിട്ട് ഒരാൾ കളിയാക്കിയിട്ട് സംസാരിക്കുമ്പോ എനിക്കത് കളിക്കാൻ പറ്റില്ല, അത് എന്റെ ഇഷ്ടമാണ് കളിക്കുന്നത് എന്ന് സരിത പറഞ്ഞു. സരിതയുടെ ഇഷ്ടത്തിൽ കളിക്കണോ ഇവിടെ പറഞ്ഞേ? എന്തിനാണ് ഒരാളുടെ അവസരം കളഞ്ഞേ? ഞാൻ ആരുടെ അവസരം കളഞ്ഞല്ല. ഞാൻ അത് എപ്പോഴും നമ്മൾ ടാസ്കിന് വരുമ്പോ നമ്മൾ ഓൾറെഡി മണ്ടിയാണ് എന്നുള്ള ഇതില് ഓൾറെഡി ഈ ടാസ്ക് കഴിയുമ്പോഴും അല്ലാതെയും ആ ഒരു സരിത ഒരു കാര്യം കൂടി പറഞ്ഞു. ചാമ്പ്യൻസ് ഗ്രൂപ്പിന് എല്ലോ മുട്ട കൊടുത്തത് ചാമ്പ്യൻസ് ഗ്രൂപ്പിനെ ജയിപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ ഗോൾഡനും എല്ലോ ഏതാണ്. ഈ വാക്കും പറഞ്ഞാണ് എന്തുകൊണ്ട് ഞങ്ങൾ ചാമ്പ്യൻസ് ഗ്രൂപ്പിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തത്? എനിക്ക് തോന്നി. കാരണം ഓഫ് കോഴ്സ് എനിക്ക് ഇതിനകത്ത് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. എനിക്ക് ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അറിയില്ലായിരുന്നു ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് ആൻഡ് കുറെ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടത്തുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് എന്നൊക്കെ. അപ്പൊ അവരെ ഫെയർ ചെയ്തിട്ട് ഇവരിത് ഓരോന്ന് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവിടെ കേൾക്കാമെന്ന് എനിക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയുകയും ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ അവിടെ ബിഗ് ബോസ് എന്ന വ്യക്തി ഇത് അറിയുന്നുണ്ട്, അല്ലെ ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് ഈ മെസ്സേജ് കാണുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയാം. ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചിടുന്നതല്ല, എല്ലാരും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നിയത് ഞാൻ അവിടെ തന്നെ ഷെയർ ചെയ്തു. അതിനകത്ത് എനിക്ക് ഇപ്പോഴും തെറ്റാന്ന് എനിക്ക് സരിത തെറ്റാ.
ഞാൻ എല്ലാ കോമ്പറ്റീറ്ററോട് പറയാ, നമ്മൾ ഗീവ് അപ്പ് ചെയ്യുന്ന നമ്മളെ ലൈഫിലെ തോൽവിയാണ്. അത് ഏത് ടാസ്ക് ആണെങ്കിലും ശരി, ലൈഫിന് ഏത് ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. അതാ കളി, അതാ ഗെയിം. ഇത് മൈൻഡ് ഗെയിം. ഇത് കളിക്കാൻ പഠിക്കുക. അല്ലാതെ അയ്യോ ഞാൻ ഗീവ് അപ്പ് ചെയ്യുക, അവിടെ ചാമ്പ്യൻസ് ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. ഇതൊക്കെ ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുക. അവര് ചിന്തിക്കുന്ന ഇവർക്ക് ചാമ്പ്യൻസ് ഗ്രൂപ്പിനെ ഫേവർ അല്ലേ, ഇവര് പ്രിൻസിനെ പൊക്കിക്കൊണ്ട് നടക്കുവല്ലേ, അല്ലെ ഇവർ അശ്വതിയെ പൊക്കിക്കൊണ്ട് നടക്കുവല്ലേ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഈ ഫേവറിസം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തില്ല. ഇവിടെ ഹലോ ഞങ്ങൾക്കറിയുന്നുണ്ട്, പക്ഷെ ഫയർ ചെയ്യുന്നതും മൈനസ് കൊടുക്കുന്നതും തന്നെയല്ലേ. ഇവിടെ ഒരാൾക്ക് ഫേവർ ചെയ്യാണ്ട് റൂൾസ് തെറ്റിക്കുന്ന എല്ലാവരുടെ ഒരുപോലെ തന്നെയാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കേണ്ടവര് ചോദിക്കുന്നുണ്ട്, ചിലർക്ക് ഞങ്ങൾ അവസരം പോലും സംസാരിക്കാൻ കൊടുക്കാറില്ല. ഇവിടെ ഒരു ഫേവറിസം ഞങ്ങൾക്ക് ചെയ്ത് ഈ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമാണ് ഈ ഷോ. ആ ഒരു ഷോയിൽ ഫേവറിസം കാണിച്ച് തകർക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ ഷോയെ ഞങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ താല്പര്യമില്ല. എന്താ ഷിൻ? ബിഗ് ബോസ് നമുക്ക് സംസാരിക്കാൻ അവസരം തരണേ. തരാം. ഒരു മിനിറ്റ് സേവിയർ, എന്താ സംസാരിക്കാൻ? ഡേവിഡ് എന്നാണ്. ഹലോ ഡേവിഡ് പറയാം. ഓക്കെ. അല്ല നിങ്ങൾ കഴിഞ്ഞട്ടെ, ഇത് സംസാരിച്ചോണ്ടിരിക്കല്ലേ, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോ. വയൽക്കാടല്ലേ നമുക്ക് അവസരം തരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ. ഓക്കെ. പറയൂ. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞു ഞാനാണേലും ഒരിടത്ത് പോവാനായിട്ട് ഇരിക്കുവായിരുന്നു. 15 മിനിറ്റിൽ കയറണം. കേറാം. റിഷാൽ അൺമ്യൂട്ട് ചെയ്തോളൂ. എന്താ റിഷാലെ പ്രശ്നം? അല്ല അശ്വിന, എന്താ പ്രശ്നം? അശ്വിന് തലവേദന. എനിക്കറിയാം, ഫോൺ എടുക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോട്ടെ അവിടെ ഇരിക്കുക, കേട്ടോ. എല്ലാ ടൈമിലും ഈ എക്സ്ക്യൂസ് അല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് ഇയർഫോൺ മാറ്റാ, അവിടെ ഫോൺ മാറ്റി വെച്ച് കേട്ടോണ്ടിരിക്കുക. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങളത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പലതവണ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് വാട്സപ്പിൽ നമ്മൾ ഷോ നടത്തുമ്പോൾ ഞങ്ങൾക്കായാലും അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഓടിയെത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഇത്രയും വന്ന് നിൽക്കുന്ന ഇത്രയും ദിവസവും ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങളുടെ ഹെൽത്ത് മോശമായിക്കൊണ്ടിരിക്കുക. അത്രത്തോളം ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇരിക്കുകയാണ്. ഇപ്പൊ ഈ ഷോ ഇത്രയും സമയം ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, പല റൂൾസും നമ്മൾ കൊണ്ടുവരുന്നത് അതിൻ്റെ രീതിയിൽ ഷോ കൊണ്ടുപോകാനാ. ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, പേഴ്സണൽ മെസ്സേജസ് കണ്ടസ്റ്റൻസ് അയക്കാൻ പാടില്ല, അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിന് അയക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി ഇത് പ്രത്യേക ഒരു വ്യക്തിയുടെ പേരൊന്നും എടുത്ത് പറഞ്ഞത് ലാഗില്ല. ഇത് കണ്ടസ്റ്റന്റ് മാത്രമല്ല, ക്രൂ മെമ്പേഴ്സും അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇനി ക്രൂ മെമ്പേഴ്സിനും ഉള്ളത് സജഷനാ, അങ്ങോട്ട് പോയി ഒരു കണ്ടസ്റ്റന്റിനെ മെസ്സേജ് ചെയ്യല്ലേ. കണ്ടസ്റ്റന്റ് പ്രത്യേകിച്ച് അറിയണം, ക്രൂ മെമ്പേഴ്സിനെ മെസ്സേജ് ചെയ്യല്ലേ. ഇനി കണ്ടസ്റ്റൻസിന് ക്രൂ മെമ്പേഴ്സിന്റെയോ ആരെങ്കിലും മെസ്സേജ് വന്നാൽ, ഏതെങ്കിലും നിങ്ങളുടെ കോ കണ്ടസ്റ്റന്റെയോ ആരെങ്കിലും മെസ്സേജ് വന്നാൽ റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് അത് ഞങ്ങളെ ഇൻഫോം ചെയ്യുക. ബിഗ് ബോസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്, അതിൽ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ പറയുക. പിന്നെ നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങളിത് കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ വിളിക്കാൻ ചിലപ്പോൾ ഒരു ടൈം ഉണ്ട്, ഞങ്ങൾ വേറെ തന്നെ. ഒരു മിനിറ്റ് സരിത പറഞ്ഞ കാര്യം ഒന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടി. ഹീറോസ് ടീമിന്റെ ലോഗോയാ റെഡ്, സ്ക്വാഡ് റൂമിന്റെ ലോഗോയാ ബ്ലൂ, വാരിയേഴ്സ് റൂമിന്റെ ലോഗോയാ ഗ്രീൻ, ചാമ്പ്യൻസ് റൂമിന്റെ ലോഗോയാ യെല്ലോ, ലെജൻഡ്സ് റൂമിന്റെ ലോഗോയാ ഒരു ഗ്രീനിഷ് ബ്ലൂ ടൈപ്പാ കാണാം. ചാമ്പ്യൻസ് റൂം യെല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ആ മുട്ടയ്ക്ക് അങ്ങനത്തെ കളർ കൊടുത്തത്. അപ്പൊ ഒരു വാക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അല്ലെ ഒരു സെന്റൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും അവർ ഞങ്ങൾക്ക് റെഡ് മുട്ട തന്നേക്കുന്നത്, അല്ലെ എന്തുകൊണ്ടായിരിക്കും അവർ ഞങ്ങൾക്ക് ബ്ലൂ മുട്ട തന്നേക്കുന്നത്. അത് ചിന്തിക്കാതെ ചാമ്പ്യൻസ് ഗ്രൂപ്പിനെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത കളിയാണ്. നിങ്ങൾക്കറിയാം, ബെസ്റ്റ് ടീം ഇതുവരെ കളിച്ചേക്കുന്ന ബെസ്റ്റ് ടീം ഓഡിയൻസ് പറഞ്ഞ ടീം ഏതാണെന്നറിയാം? ചാമ്പ്യൻസ് ഗ്രൂപ്പ്. അശ്വതി, നിങ്ങളുടെ ടീമാ ബെസ്റ്റ് ടീം. താങ്ക് യു. എല്ലാവരും നല്ലപോലെ
അതെ, അശ്വതിയെ ക്യാപ്റ്റൻസിയും അടിപൊളിയാ. അശ്വതി നല്ല രീതിയിൽ കോർഡിനേറ്റും ചെയ്യുന്നു. കോർഡിനേഷൻ ഉണ്ട്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് അല്ല, കോർഡിനേഷൻ. ഈ ലോഞ്ചിന്റെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോഞ്ച് ചെയ്യുന്ന നമ്മുടെ ഈ ഷോ ലോഞ്ച് ചെയ്യുന്ന ദിവസം അത് മാത്രമല്ല, നമ്മുടെ ഡേ 1 ആക്ടിവിറ്റിയുടെ സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, കൂട്ടായ്മ. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താന്ന്. ആ ഒരു കോർഡിനേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിന് ഉള്ളത് കൊണ്ടാണ് ആ വിജയം ഇപ്പൊ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത്. അത് ബാക്കിയുള്ളവർ കണ്ടുപഠിക്കാം. ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ അടിയും ബഹളം, അതാദ്യം മാറ്റാം. അപ്പം നമ്മൾക്ക് ഇനിയും നോമിനേഷൻ പ്രോസസ്സിൽ പോവാം. ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ലിജോ ഡേവിഡിന് സംസാരിക്കാം. പെട്ടെന്ന് സംസാരിക്കാൻ ഡേവിഡ്, ഞങ്ങൾക്ക് ടൈം അതെ, ഇത്ര ലേറ്റ് ആയില്ലേ? ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് വാക്കുകളിൽ ഞാൻ സംസാരിച്ചു നിർത്താം കേട്ടോ. ഓക്കെ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ വാട്സപ്പിലൂടെ, ഓൺലൈനിലൂടെ ആദ്യമായിട്ട് നല്ല രീതിയിൽ നടത്താം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത് മഴവിൽ പറയുന്ന ഒരു ഗ്രൂപ്പാണത്. അതിൽ ഓഡീഷനിൽ പങ്കെടുത്തു, ഞാൻ സെലക്ട് ആയി. വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടും കൂടിയാണ് ഈ ഒരു ഷോയിലേക്ക് വന്നത്. ഇതൊരിക്കലും ഒരു ഫേവറിസമായിട്ടുള്ളൊരു ഗെയിമായിട്ട് പോകില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രേക്ഷകരാണ് ഇതിന്റെ വിധികർത്താക്കളെന്ന് 100% വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതിനകത്ത് വന്നത്. ഇതിൽ നമ്മളുടെ ഈ ഒരു ഷോയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ സംസാരത്തിലൂടെയാണ് നമ്മളുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ നമ്മളുടെ അംഗങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം ഇത് നമ്മൾ സംസാരത്തിലൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പുറത്തുള്ള എന്റെ ജോലിയുടെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ആരുടെടുത്തും സംസാരിക്കാനോ അല്ലെ അതിനെക്കുറിച്ചോ പറയാൻ പോയിട്ടില്ല. ഇവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് തന്നെ എന്റെ അടുത്ത്, നിങ്ങളൊരു പോലീസുകാരന്റെ റോള് കളിച്ചിട്ടാണോ എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് എന്ന് സംസാരിച്ചു. പേര് പറയാമോ? പ്രിൻസ്, ക്യാപ്റ്റൻ പ്രിൻസ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് കണ്ടിട്ടില്ല എന്നാണോ അതോ ഇനി കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നതാണോ? എനിക്കറിയില്ല. കാരണം ആ ഒരു എന്തുകൊണ്ടാണ് നമ്മളൊരു ജോലി, എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും പുറത്ത്, ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ സാറെന്ന് വിളിക്കണം. ഇവിടെ പലരും ഡേവിഡ് സാർ തന്നെ വിളിക്കും. ഒരിക്കലും ഡേവിഡ് സാർ തന്നെ വിളിക്കേണ്ട, എന്നെ ഡേവിഡ് എന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രായത്തിൽ എന്നെക്കാട്ടിയും ഇളയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ചേട്ടാന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നെന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഇതിൽ ഒരു ഞാൻ കുറെ ആൾക്കാർ സംസാരിച്ചു, 1-2 ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ ഇന്നാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ ആദ്യത്തെ 1-2 ദിവസം ശരിയാണ്, ഞാൻ ആദ്യത്തെ 1-2 ദിവസം ഈ ഗെയിം നോക്കി പഠിക്കുകയായിരുന്നു. എനിക്ക് അത്ര കാര്യങ്ങൾ അറിയില്ല. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ വാട്സപ്പിലൂടെയുള്ള ഒരു ബിഗ് ബോസ് എന്നൊരു ഷോയിലേക്ക് പങ്കെടുക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇതിനകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അത് ഞാൻ നോക്കി പഠിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിൽ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ പല പ്രാവശ്യവും സംസാരിക്കാണ്ട് നല്ല രീതിയിൽ സംസാരിക്കും. കാരണം ഇതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി, എനിക്ക് എന്റെത്തോളം ഞാൻ മനസ്സിലാക്കിയത് പരസ്പരം നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന പോലൊരു കാര്യത്തിൽ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പല രീതിയിൽ പല സമയത്ത് ഇവിടെ കണ്ടന്റുകൾ കാണാം. എനിക്ക് തോന്നുന്ന കണ്ടന്റുകളുടെ അഭാവം കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തന്നെ ആക്റ്റീവായിട്ട് പോയി. ഇത് ചില ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് സംസാരിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടോ ഞാൻ എപ്പോഴും ഇതിനകത്തുണ്ട് എന്ന് ചിന്തിച്ചത് കാണിച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം. പക്ഷേ ഞാൻ ആരും പറയാം, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇതിനകത്ത് സംസാരിക്കാൻ വന്നപ്പോൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ കണ്ടന്റ് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല ഡേവിഡ്, നമുക്ക് ടൈമിന് ഒരു ലിമിറ്റേഷൻ ബാക്കി നാളെ സമയമുണ്ട്. അല്ലല്ല, ഓക്കെ ഞാൻ നിർത്തുവാണ്. എനിക്ക് കൂടുതലൊന്നുമില്ല, ഞാൻ ഇത് പറയുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പല കണ്ടന്റുകൾ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ആ കണ്ടന്റുകൾ ഇട്ട് ഞാൻ 2 സബ്ജക്റ്റുകൾ ഞാൻ സംസാരിക്കാം, നമുക്ക് ടോപ്പിക് സംസാരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗവനിച്ചല്ല നമ്മൾ സംസാരിച്ച്. അല്ലല്ല, ഞാൻ ഓക്കെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ഒരിക്കലും ഇന്നാക്റ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇന്നാക്റ്റീവ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക. ഓക്കെ, താങ്ക് യു. ചോദ്യം ചെയ്യാം. നമ്മൾ നോമിനേഷൻ പ്രോസസ്സിൽ പോവാം. അപ്പം അശ്വിൻ, മനു,
മഹാദേവ്, ബാക്കി എല്ലാരും വീഡിയോ ഓഫ്. അജ്മൽ, സ്നേഹ, ജിതിൻ, വിശാൽ, താര, സരിത. ഇന്ന് നമ്മളെ വിട്ട് ഒരു വ്യക്തി പോകും. നമ്മൾക്കത് എന്തായാലും ചെയ്തേ പറ്റൂ. ഇതൊരു പാർട്ട് ഓഫ് ഗെയിം. ഈ പേര് വിളിച്ചറിയിക്കുന്ന വീഡിയോ ഓൺ ചെയ്തിരിക്കണേ, ബാക്കി എല്ലാരും ഓഫ് ചെയ്യാം. ആദിത്യ, നമുക്ക് പ്രോസസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഇതില് അശ്വിൻ, മനു, മഹാദേവ്, അജ്മൽ, സ്നേഹ അവരുടെ റിസൾട്ട്സ് 4 ആയിരിക്കും. അപ്പൊ നമുക്ക് ജിതിനായിട്ട് തുടങ്ങാം. ഓപ്പൺ. അപ്പൊ ജിതിൻ സേവ്ര, കൺഗ്രാറ്റുലേഷൻ. അരവി, അടുത്തത് റിഷാൽ. റിഷാലിനെ ഓപ്പൺ ചെയ്യാം. മാറ്റമുണ്ട്, ഒരു ചെറിയ മാറ്റമുണ്ട്. ഓക്കെ, താരയാണ് താര. ഓക്കെ, താരയെ ഓപ്പൺ ചെയ്യാം. താര സേവ്. കൺഗ്രാറ്റുലേഷൻ താര. നമ്മൾ പറഞ്ഞ കാര്യം ഓർമ്മ വെക്കണം. ഇനി അങ്ങനത്തെ സെന്റൻസോ ഒന്നും ഉപയോഗിക്കല്ലേ, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് ഇത് യെല്ലോ കാർഡ് ആണെങ്കിൽ അടുത്തത് റെഡ് കാർഡ് ആയിരിക്കും. താങ്കളെ പോയിന്റ്സ് 0 ആയ സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ആരാ ആദിത്യ? സരിത, വിശാൽ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം സരിതയുടെ റിസൾട്ട് അറിയാം. സരിത സേവ്. സരിത, കൺഗ്രാറ്റുലേഷൻ. അപ്പം നല്ല രീതിയിൽ കളിക്കുക. ഈ ഗെയിം ഇങ്ങനെ തന്നെയാ, അല്ലാതെ ഗീവ് അപ്പ് ചെയ്യുന്ന ഗെയിം അല്ല. അതാദ്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകും. നമ്മുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിക്കാനോ വിഷമിക്കാനും കുറ്റപ്പെടുത്താനും ഒരുപാട് പേരുള്ളത് പോലെ തന്നെ നമ്മളോട് മത്സരിക്കാനും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കാനും ഒക്കെ ഇവിടെയും ആൾക്കാരുണ്ടാവും. അപ്പോ ലൈഫിൽ മുന്നോട്ട് സരിത പോകുന്നത് പോലെ തന്നെ ഈ ഗെയിമിലും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പം വിശാലിന്റെ റിസൾട്ട് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തു. വിശാൽ എവിക്റ്റഡ് ആണ്. വിശാലിന് എന്ത് പറയാനുണ്ട്? വിശാലിന്റെ അഭിപ്രായം പറയാം. ഇത്ര നിൽക്കാൻ പറ്റുന്ന വിചാരിച്ചല്ല. എനിക്ക് പറ്റുന്ന പോലെ അവിടെ ഗെയിമാണെന്നും ടാസ്കാണെന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. വിശാൽ, താങ്കൾ ഒരു അടിപൊളി പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇത് ജനവിധി എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു എല്ലാരും ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ജനവിധിക്ക് പോവോ അതോ ജഡ്ജീസിനെ ഇതിൽ പോവോ? ഇത് ജനങ്ങളെ വിധിയാണ്, ഇത് ജഡ്ജീസിന്റെ വിധിയല്ല. റിഷാലിന്റെ കമന്ററി ഒക്കെ ഞാനതിന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. റിഷാലിന്റെ കമന്ററി ഒക്കെ അടിപൊളിയാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് റിഷാലിന്റെ കമന്ററി ഒക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്, രസമുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അതുപോലെയുള്ള കുറെ കഴിവുകൾ റിഷാലിന് ഉണ്ടാവും. അതായിട്ടൊക്കെ മുന്നോട്ട് പോവുക. ഇതിനേക്കാൾ നല്ല പ്ലാറ്റ്ഫോമുകൾ റിഷാലിന് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. വിശാൽ, ഇവിടെ ഇറങ്ങുമ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് us. അപ്പൊ നമ്മൾക്ക് ഒരു വിഷമമായിട്ടുള്ള ഘട്ടമാണ് കഴിഞ്ഞത്. ഇനിയും കുറച്ചുപേരുടെ റിസൾട്ട് ഒക്കെ പറയാനുണ്ട്. അവരുടെ റിസൾട്ടും പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം അല്ലേ ദിനേശ്? അതെ, നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതെ, വൈൻഡ് അപ്പ് ചെയ്യാം. പറയുന്നത് ഞങ്ങൾ ഒരു മിനിറ്റ് അല്ല, നിങ്ങളുടെ എല്ലാവരുടെ സ്വപ്നമാണ്. നിങ്ങൾക്ക് അരവി ഒരു മിനിറ്റ്. ഇറങ്ങി പോടാ. ലിജോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, അമ്രാനാണ് സംസാരിച്ചത്. ലിജോ അൺമ്യൂട്ട് ചെയ്യാം. ലിജോ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓഡിയൻസിൽ ചില ആൾക്കാർ വന്ന് പറയും ഇറങ്ങി പോടാ, അങ്ങനെയൊക്കെ പറയും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇത് ഷോനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ചില ആൾക്കാർ. നമ്മള്
ഇവിടെ ധനുഷ് ഞങ്ങളുടെ പിന്നിലുള്ള ഇതിന് പിന്നിൽ നിങ്ങൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഡ്രീമാണിത്. ഞങ്ങളുടെ മാത്രമല്ല, ഇപ്പൊ ഇവിടെയുള്ള 20 പേരുടെയും ഡ്രീമാണ് ഈ നിങ്ങളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ടൈറ്റിൽ വിന്നർ ആവുക എന്നുള്ളത്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യാൻ, ഗെയിം കളിക്കാൻ ശ്രമിക്കുക, ഏറ്റവും നന്നായിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് എതിർക്കാം, അവരുടെ വാക്കുകൾ എതിർക്കാം, അത് നല്ല ഭാഷയിൽ എതിർക്കുക, ആരെയും വേദനിപ്പിക്കാതെ ഇതിന് പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ള ഓർമ്മയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ധനേഷ് വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഒരു കാര്യം ഓർക്കുക, ഇതൊരു ഗെയിം ഷോ ആയ ഇതിലൊരു ഫേവറീസ് ഇല്ല. അപ്പൊ നമുക്ക് നാളെ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, ധനേഷ് കൃഷ്ണൻ. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു ആരവി. താങ്ക് യു. ഓക്കെ, താങ്ക് യു താര ചേച്ചി. ബൈ ബൈ ബൈ. താങ്ക് യു പ്രിൻസ് ബ്രോ. താങ്ക് യു. എല്ലാവർക്കും ലീവ് ചെയ്യാം. ആദിത്യ, ഞാന് നമ്മളങ്ങനെ വിശ്വസിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മളെ ഇതില് ഒരു ഷോയിൽ വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണ് കേട്ടോ. അതിലൊരിക്കലും ഒരു ഫേവറിസം കാണിച്ചിട്ട് പോകാനുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ആഗ്രഹത്തോടു കൂടിയാണ് ഇതിനകത്ത് വന്നത്. തീർച്ചയായിട്ടും അങ്ങനെ. എല്ലാരും ലീവ് ചെയ്തു. ഹാപ്പി ലീവ് ചെയ്യാം. അയ്യാ, എന്റെ പൊന്ന്, ലീവ് ചെയ്യാ എല്ലാവർക്കും. എല്ലാരും പൊയ്ക്കോളൂ. അതെ, കണ്ടസ്റ്റൻസ് ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഹോസ്റ്റുകൾ ഓരോ ആക്ഷൻസ് ചെയ്യുക. മനസ്സിലായോ? കണ്ടസ്റ്റൻസിനെ ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഹോസ്റ്റുകൾ ആക്ഷൻ കാണിക്കുക കേട്ടോ. എന്താക്ഷരം? പ്രിൻസിനെ റിമൂവ് ചെയ്യണം ആദ്യം. പ്രിൻസിനെ റിമൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രിൻസിന് കാണാൻ പറ്റത്തില്ല. റഫീഖിനെ റിമൂവ് ചെയ്തോ. പ്രിൻസിനെ റിമൂവ് ചെയ്യാം. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അവരോട് കാര്യങ്ങൾ. നമ്മളിവിടെ മൂവി അവർക്ക്